ശംഖുമുഖം കടൽ തീരത്തെ സായാഹ്നത്തിന് നേരിയൊരു ശോകഭാവമുണ്ടോ എന്ന് അഞ്ജലിക്ക് തോന്നി. തിരമാലകൾക്കും തീരത്തിനുമിടയിൽ അറബിക്കടലിന്റെ അനന്തമായ വിരിമാറിലേക്ക് അസ്തമയ സൂര്യൻ ചാഞ്ഞു തുടങ്ങിയിരുന്നു. പതഞ്ഞാർത്ത് കരയിലേക്ക് അടിച്ചു കയറുന്ന തിരമാലകൾ അവളുടെ പാദങ്ങളെ പുൽകി തിരികെ പോകുമ്പോൾ അവളുടെ ഉള്ളിലെ ചിന്തകൾക്കും അതേ ചാഞ്ചാട്ടമായിരുന്നു. ചുവന്ന നിറത്തിലുള്ള കാഞ്ചീപുരം പട്ടുസാരിയിൽ അവൾ ഒരുങ്ങി നിന്നു. ആ സാരിയുടെ ഓരോ ഞൊറിവുകളിലും അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു. തന്റെ ശരീരത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ആ വസ്ത്രം തന്റെ അമിതവണ്ണത്തെ കൂടുതൽ എടുത്തു കാണിക്കുന്നുണ്ടോ എന്ന ഒരു അപകർഷതാബോധം അവളെ വല്ലാതെ അലട്ടി. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോഴെല്ലാം അവളെ നോക്കി പല്ലളിക്കുന്ന അവളുടെ ആത്മവിശ്വാസത്തെ തകർത്തു കളയുന്ന അതേ ശരീരഭാരം. ചെറുപ്പം മുതലേ വണ്ണത്തിന്റെ പേരിൽ അവൾ കേട്ട പരിഹാസങ്ങൾക്ക് കണക്കില്ലായിരുന്നു. സ്കൂളിലും കോളേജിലും ബന്ധുവീടുകളിലും അവൾ എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന ഒരു വിളിയുണ്ട്, തടിച്ചി. ആ ഒറ്റപ്പെടുത്തലുകളുടെയും കുത്തുവാക്കുകളുടെയും ലോകത്തു നിന്നും അവളെ കൈപിടിച്ചുയർത്തിയത് അവനായിരുന്നു, നന്ദൻ. അഞ്ജലി, റെഡിയല്ലേ? ഷോട്ട് എടുക്കാം. ഫോട്ടോഗ്രാഫറുടെ ശബ്ദം അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തി. അവൾ തലകുലുക്കി. ദൂരെ നിന്നും അവൾക്കരികിലേക്ക് നടന്നെത്തുന്ന നന്ദനെ അവൾ നോക്കി നിന്നു. കറുത്ത ഷർട്ടും പാന്റും ധരിച്ച് ചുണ്ടിലൊരു ചെറു പുഞ്ചിരിയുമായി അവൻ വരുമ്പോൾ അവളുടെ ഉള്ളിലെ സകല ഭയങ്ങളും എങ്ങോട്ടോ ഓടി ഒളിച്ചു. അവൻ അരികിലെത്തി അവളുടെ കൈകൾ കോർത്തു പിടിച്ചു. ആ സ്പർശനത്തിന് വല്ലാത്തൊരു കരുത്തുണ്ടായിരുന്നു. എന്താടോ എന്റെ പെണ്ണ് വല്ലാതെ ആലോചിക്കുന്നത്? ഈ ചുവന്ന സാരിയിൽ നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ? നന്ദൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. അവളുടെ കവിളുകൾ ചുവന്നു. ഈ ലോകത്ത് അവളെ അവളുടെ ശരീരത്തിന്റെ അളവുകോലുകൾ വെച്ച് അളക്കാത്ത ഒരേയൊരു വ്യക്തി നന്ദൻ മാത്രമാണ്. അതൊരു അഗാധമായ പ്രണയമായിരുന്നു. കോളേജ് ക്യാമ്പസിന്റെ ഇടനാഴികളിൽ എപ്പോഴോ തുടങ്ങിയ പ്രണയം. അവളുടെ ശരീരമല്ല, അവളുടെ അക്ഷരങ്ങളെയും അവളുടെ നന്മ നിറഞ്ഞ മനസ്സിനെയുമാണ് അവൻ പ്രണയിച്ചത്. നന്ദന്റെ സ്നേഹം അവൾക്കൊരു തണലായിരുന്നു. ക്യാമറയുടെ ഫ്ലാഷുകൾ മിന്നി തുടങ്ങി. ഫോട്ടോഗ്രാഫർ പറഞ്ഞതിനനുസരിച്ച് അവർ ആ വിളക്കുമാടത്തിന് നേരെ നടന്നു. നന്ദൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചപ്പോൾ അവൾ അറിയാതെ കണ്ണുകൾ അടച്ചുപോയി. ഈ നിമിഷം, ഈ സായാഹ്നം ഇവിടുന്ന് അവസാനിക്കരുതേ എന്ന് അവൾ ആഗ്രഹിച്ചു. കാരണം ഈ പ്രീ വെഡിങ് ഷൂട്ടിന്റെ സന്തോഷങ്ങൾക്കും ക്യാമറയുടെ ചിരികൾക്കും അപ്പുറം അവളെ കാത്തിരിക്കുന്നത് ഭയപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. നന്ദന്റെ വീട്ടുകാർക്ക് ഈ വിവാഹത്തോട് തീരെ താല്പര്യമില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപാട് നാളത്തെ പ്രണയത്തിന് ശേഷം വിവാഹം എന്ന സ്വപ്നവുമായി നന്ദൻ വീട്ടിൽ സംസാരിച്ച ദിവസം അഞ്ജലിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവളുടെ ഫോട്ടോ കണ്ട നന്ദന്റെ അമ്മയുടെ ആദ്യത്തെ പ്രതികരണം ഒരു ചാട്ടുളി പോലെയാണ് അവളുടെ ഹൃദയത്തിൽ തറച്ചത്. എന്താ നന്ദാ ഇത്? ഇത്രയും തടിയുള്ള ഒരു പെണ്ണിനെയാണോ നീ പ്രണയിച്ചത്? നാളെ ഇവളെയുമായി ബന്ധുക്കളുടെ മുന്നിൽ ചെന്നാൽ നമ്മൾ അപഹാസ്യരാകില്ലേ? അവന് ഈ തടിച്ചിയേക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടുമായിരുന്നില്ലേ എന്ന് ആൾക്കാർ ചോദിക്കില്ലേ? അവരുടെ വാക്കുകളിൽ പുച്ഛവും പരിഹാസവും നിറഞ്ഞു നിന്നിരുന്നു. അവളുടെ അമിതവണ്ണം മാത്രം ചൂണ്ടിക്കാട്ടി ആ ബന്ധം അവർ പൂർണ്ണമായും എതിർത്തു. ഒരുപാട് കരച്ചിലുകൾക്കും വഴക്കുകൾക്കും ആ വീട് സാക്ഷ്യം വഹിച്ചു. നന്ദന്റെ അച്ഛനും ബന്ധുക്കളുമെല്ലാം അവൾക്കെതിരായിരുന്നു. നമ്മളുടെ കുടുംബത്തിന് ചേർന്ന കോലമല്ല അവളുടേത് എന്നായിരുന്നു അവരുടെ വാദം. ആ ദിവസങ്ങളിൽ അഞ്ജലി ഒരുപാട് തവണ ഈ ബന്ധം വേണ്ടെന്ന് വെക്കാൻ നന്ദനോട് പറഞ്ഞിരുന്നു. തന്റെ പേരിൽ അവൻ സ്വന്തം വീട്ടുകാരുമായി അകലുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ നന്ദൻ ഒരു പാറ പോലെ ഉറച്ചു നിന്നു. എനിക്ക് അഞ്ജലിയെ മതി. അവൾ എനിക്ക് വെറുമൊരു ശരീരമല്ല, എന്റെ ജീവനാണ്. അവളുടെ വണ്ണവും രൂപവുമല്ല ഞാൻ നോക്കുന്നത്. അവളെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ടിറങ്ങാം. നന്ദന്റെ ആ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ ഒടുവിൽ ആ വീട്ടുകാർക്ക് തോറ്റു കൊടുക്കേണ്ടി വന്നു. മകനെ നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ട് മാത്രം പൂർണ്ണമായും മനസ്സില്ലാ മനസ്സോടെയാണ് അവർ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ആ സമ്മതത്തിന് പിന്നിൽ സ്നേഹമില്ലായിരുന്നു, പകരം കടുത്ത അനിഷ്ടവും ദേഷ്യവും മാത്രമായിരുന്നു. വിവാഹ നിശ്ചയത്തിന്റെ അന്ന് നന്ദന്റെ അമ്മയുടെയും സഹോദരിയുടെയും മുഖത്തു നിന്നും അത് വ്യക്തമായി വായിച്ചെടുക്കാൻ അഞ്ജലിക്ക് കഴിഞ്ഞിരുന്നു. തന്നെ നോക്കിയുള്ള അവരുടെ കുത്തുവാക്കുകളും ഒളികണ്ടുകൊണ്ടുള്ള നോട്ടങ്ങളും അവളെ വല്ലാതെ മുറിപ്പെടുത്തിയിരുന്നു. അഞ്ജലി, ക്യാമറയിലേക്ക് നോക്കൂ. നന്ദൻ അവളുടെ താടിയിൽ പിടിച്ച് മെല്ലെ മുഖം തനിക്ക് നേരെ തിരിച്ചു. അവളുടെ കണ്ണുകളിലെ ആഴങ്ങളിലേക്ക് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ വെമ്പി. അവൾ ആ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചാരി നിന്നു. ഈ പ്രീ വെഡിങ് ഷൂട്ടിനുള്ള പണം പോലും നന്ദൻ സ്വന്തമായി കണ്ടെത്തിയതാണ്. വീട്ടുകാർ ഇതൊരു അനാവശ്യ ചെലവാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. എങ്കിലും നന്ദൻ അവളുടെ ഓരോ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. കടൽക്കാറ്റിന്റെ ശക്തി കൂടി വന്നു. അവളുടെ സാരിത്തുമ്പ് കാറ്റിൽ പാറിപ്പറന്നു. ഡ്രോൺ ക്യാമറകൾ അവർക്ക് മുകളിൽ വട്ടമിട്ട് പറന്നു. അസ്തമയ സൂര്യന്റെ ചുവന്ന വെളിച്ചം അവരുടെ മുഖത്ത് വീണു. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് അവർ വിവാഹം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. പക്ഷെ വിവാഹശേഷം ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാത്തിരിക്കുന്നത് എന്തെല്ലാമാണെന്ന ഭയം അവളുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പോലെ പുകയുന്നുണ്ടായിരുന്നു. തന്നെ ഒരിക്കലും അംഗീകരിക്കാത്ത വണ്ണത്തിന്റെ പേരിൽ മാത്രം തന്നെ വെറുക്കുന്ന ആ വീട്ടുകാർക്കിടയിൽ താൻ എങ്ങനെ ജീവിക്കും? നന്ദന്റെ സ്നേഹം മാത്രം മതിയോ ഒരു ആയുസ് മുഴുവൻ അവിടെ പിടിച്ചു നിൽക്കാൻ? ചോദ്യങ്ങൾ അവളിൽ അലയടിച്ചു. എങ്കിലും തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന നന്ദന്റെ കൈകളുടെ ഊഷ്മളതയിൽ അവൾ തൽക്കാലം ആ ചിന്തകളെല്ലാം മറക്കാൻ ശ്രമിച്ചു. അസ്തമയ സൂര്യന് താഴെ തലയുയർത്തി നിൽക്കുന്ന ആ വിളക്കുമാടത്തെ സാക്ഷിയാക്കി എല്ലാ അനിഷ്ടങ്ങൾക്കും മീതെ അവരുടെ പ്രണയം മാത്രം അവിടെ ജ്വലിച്ചു നിന്നു. വിവാഹ മണ്ഡപത്തിൽ മുല്ലപ്പൂവിന്റെയും ചന്ദ്രത്തിരികളുടെയും സുഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. നാദസ്വരത്തിന്റെ മംഗളകരമായ ഇണങ്ങൾക്കിടയിലും അഞ്ജലിയുടെ നെഞ്ചിരിപ്പ് വല്ലാതെ വർദ്ധിച്ചിരുന്നു.
സ്വർണ്ണക്കരയുള്ള കസവ് സാരി എടുത്ത് കഴുത്തിലും കൈകളിലും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് ഒരു വധുവായി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിൽ സന്തോഷത്തോടൊപ്പം ഭയവും ഇരമ്പുന്നുണ്ടായിരുന്നു. ഈ കസവ് സാരിയിലും തന്റെ അമിതവണ്ണം മുഴച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചിന്ത അവളെ വീണ്ടും വീണ്ടും അലട്ടി. ഓരോ തവണ കണ്ണാടിയിൽ നോക്കുമ്പോഴും തന്റെ വണ്ണമുള്ള കൈകളും ഉടുപ്പും അവളെ അപകർഷതാബോധത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു. എന്നാൽ വാതിൽപ്പടിയിൽ തന്നെ നോക്കി കണ്ണു നിറഞ്ഞു നിൽക്കുന്ന സ്വന്തം അമ്മയെ കണ്ടപ്പോൾ അവൾ ആ ചിന്തകളെല്ലാം ബലമായി ഉള്ളിലൊതുക്കി. മണ്ഡപത്തിലേക്ക് അഞ്ജലി നടന്നു നീങ്ങുമ്പോൾ സദസ്സിലെ ആയിരക്കണക്കിന് കണ്ണുകൾ അവളിലേക്ക് നീണ്ടു. ആ നോട്ടങ്ങളിൽ പലതിലും കൗതുകത്തെക്കാൾ കൂടുതൽ പരിഹാസമായിരുന്നു എന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. നന്ദനെ പോലെ സുന്ദരനായ നല്ല ജോലിയുള്ള ഒരു യുവാവ് എന്തിനാണ് ഇത്രയും തടിയുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് എന്ന ചോദ്യം അവിടെ കൂടിയിരുന്ന പല ബന്ധുക്കളുടെയും മുഖത്തുണ്ടായിരുന്നു. നന്ദന്റെ അമ്മ സുമതിയും സഹോദരി രേഷ്മയും മുൻനിരയിൽ തന്നെ ഇരിപ്പുണ്ട്. അവരുടെ മുഖത്ത് ഒരു ചിരി പോലും ഇല്ലായിരുന്നു. ആരൊക്കെയോ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം അവിടെ വന്നിരിക്കുന്നത് പോലെ തീർത്തും നിർവികാരമായ മുഖഭാവം. അവരെ കണ്ടപ്പോൾ അഞ്ജലിയുടെ ചുവടുകൾ ഒന്ന് പതറി. പക്ഷെ മണ്ഡപത്തിൽ അവളെ കാത്തു നിൽക്കുന്ന നന്ദന്റെ മുഖത്തെ ചിരി കണ്ടപ്പോൾ അവളുടെ ഭയമെല്ലാം അലിഞ്ഞില്ലാതായി. അവൻ അവളെ നോക്കി കണ്ണടച്ചു കാണിച്ചു. ആ ഒറ്റ നോട്ടത്തിൽ അവൾക്ക് ലോകം മുഴുവൻ കീഴടക്കിയ പ്രതീതിയായിരുന്നു. അലങ്കരിച്ച മണ്ഡപത്തിൽ അഗ്നിയെ സാക്ഷിയാക്കി മന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടെ നന്ദൻ അഞ്ജലിയുടെ കഴുത്തിൽ മാംഗല്യ സൂത്രം ചാർത്തി. സിന്ദൂരച്ചപ്പിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം അവളുടെ നെറുകയിൽ ചാർത്തുമ്പോൾ അവന്റെ വിരലുകൾ അവളെ തലോടുന്നുണ്ടായിരുന്നു. ആ നിമിഷം തനിക്ക് ചുറ്റുമുള്ള പരിഹാസത്തിന്റെ ലോകത്തെ അവൾ പൂർണ്ണമായും മറന്നു. താൻ നന്ദന്റേത് മാത്രമായിരിക്കുന്നു എന്ന സത്യം അവളിൽ പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദം നിറച്ചു. വിവാഹ സൽക്കാരത്തിനിടയിൽ ബന്ധുക്കൾ ആശംസകളുമായി എത്തിയപ്പോഴാണ് ആദ്യത്തെ കൂരമ്പ് അവളെ തേടിയെത്തിയത്. നന്ദന്റെ ഒരു അകന്ന അമ്മായി അഞ്ജലിയെ അടിമുടി നോക്കിക്കൊണ്ട് സുമതിയോട് ചോദിച്ചു, എന്താ സുമതി ഇത്? നന്ദൻ ഇതിലും എത്രയോ നല്ല കുട്ടികളെ കിട്ടുമായിരുന്നു. ഇവളൊരു വല്ലാത്ത തടിച്ചി തന്നെ. ഇവളെ കൊണ്ട് കുടുംബത്തിലെ പണികളൊക്കെ ചെയ്യാൻ പറ്റുമോ ആവോ? ആ വാക്കുകൾ അഞ്ജലിയുടെ കാതുകളിൽ വ്യക്തമായി പതിച്ചിരുന്നു. സുമതി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ മുഖത്തെ പുച്ഛം കലർന്ന ഭാവം അഞ്ജലിയെ വല്ലാതെ മുറിവേൽപ്പിച്ചു. നന്ദൻ ഇതൊന്നും അറിയാതെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു. വലതുകാൽ വെച്ച് നിലവിളക്കുമായി നന്ദന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അഞ്ജലിയുടെ ഉള്ളിൽ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു. എല്ലാം ശരിയാകുമെന്നും കാലക്രമേണ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുമെന്നും അവൾ വിശ്വസിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ വിശ്വാസത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. വീടിനുള്ളിലേക്ക് കയറിയ ഉടനെ നിലവിളക്ക് വെക്കാനായി പൂജാമുറിയിലേക്ക് നടക്കുമ്പോൾ സാരിത്തലപ്പ് വാതിൽപ്പടിയിൽ കുടുങ്ങി അവൾ ചെറുതായൊന്ന് അടിതെറ്റി. ഉടനെ പിന്നിൽ നിന്നും രേഷ്മയുടെ ശബ്ദം ഉയർന്നു, സൂക്ഷിച്ചു നടക്കടി, ആകെ കൂടി ഈ വീട് മാത്രമേയുള്ളൂ. ഈ തടിയും വെച്ച് വീണാൽ വീടിന്റെ തറ പൊട്ടും. അതൊരു തമാശ രൂപേണ പറഞ്ഞതാണെങ്കിലും അതിലെ പരിഹാസം അഞ്ജലിയുടെ നെഞ്ചിനാണ് തറച്ചത്. അവിടെ നിന്നിരുന്ന മറ്റു ബന്ധുക്കളും അത് കേട്ട് ചിരിച്ചു. അഞ്ജലിക്ക് അപമാനം കൊണ്ട് തല താഴ്ന്നു പോയി. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ തളം കെട്ടി. ഭർത്തൃഗൃഹത്തിലെ ആദ്യത്തെ ദിവസം തന്നെ തനിക്ക് ലഭിച്ച സ്വീകരണം എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. രാത്രിയിലെ ഭക്ഷണ സമയത്തും കുത്തുവാക്കുകൾക്ക് കുറവില്ലായിരുന്നു. അഞ്ജലി അധികമൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത പ്രകൃതക്കാരിയാണ്. വണ്ണം കുറയ്ക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ ചോറ് വിളമ്പിയപ്പോൾ സുമതിയുടെ വകയായിരുന്നു അടുത്ത പരിഹാസം. ആ, കുറച്ചുകൂടി എടുത്തോ. ഈ തടി നിലനിർത്താൻ ഈ കുറച്ചു ഭക്ഷണം പോരല്ലോ. കാണുന്നവർ കരുതും ഞങ്ങൾ പട്ടിണി കിട്ടിയിരിക്കുകയാണെന്ന്. തടിയുള്ളത് കൊണ്ട് തീറ്റയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അഞ്ജലിയുടെ തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങുന്നത് പോലെ തോന്നി. അവൾക്ക് പിന്നെ ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. നന്ദൻ ആ സമയത്ത് പുറത്ത് ആരോടോ ഫോണിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്നു. രാത്രിയിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച അവരുടെ കിടപ്പുമുറിയിലെത്തിയപ്പോൾ അഞ്ജലിയുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. നന്ദൻ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ അവൾ കട്ടിലിൽ മുഖമമർത്തി പൊട്ടിക്കരയുകയാണ്. പരിഭ്രാന്തിയോടെ നന്ദൻ ഓടിയെത്തി അവളെ ചേർത്ത് പിടിച്ചു. എന്തു പറ്റി അഞ്ജലി? നീ എന്തിനാ കരയുന്നത്? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. സങ്കടം കൊണ്ട് അവൾ മുഖം താഴ്ത്തിയിരുന്നു. ഒടുവിൽ വിതുമ്പലുകൾക്കിടയിലൂടെ അവൾ നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു. നന്ദന്റെ മുഖം കോപത്താൽ ചുവന്നു. അവൻ അപ്പോൾ തന്നെ പുറത്തുപോയി അമ്മയോടും പെങ്ങളോടും സംസാരിക്കാൻ തുനിഞ്ഞെങ്കിലും അഞ്ജലി അവനെ തടഞ്ഞു. വേണ്ട നന്ദേട്ടാ, ആദ്യത്തെ ദിവസം തന്നെ എന്റെ പേരിൽ ഈ വീട്ടിൽ ഒരു വഴക്ക് വേണ്ട. അവർക്ക് എന്നെ അംഗീകരിക്കാൻ കുറച്ചു സമയം വേണ്ടിവരും. ഞാൻ സഹിച്ചോളാം, അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. നന്ദൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. നീ ഒന്നും സഹിക്കേണ്ട കാര്യമില്ല. എന്റെ ഭാര്യയെ അപമാനിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അതെന്റെ സ്വന്തം വീട്ടുകാരായാലും. നിന്നെ ഈ രൂപത്തിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് കൂട്ടിയത്. അവരുടെ വാക്കുകൾ നീ ചെവിക്കൊള്ളേണ്ട. അവന്റെ വാക്കുകൾ അവൾക്ക് താൽക്കാലികമായ ഒരു ആശ്വാസം നൽകിയെങ്കിലും പുറത്ത് ഇരുട്ട് കനക്കുന്നത് പോലെ അവളുടെ മനസ്സിലും ഭയം കനക്കുകയായിരുന്നു. വെറുമൊരു തുടക്കം മാത്രമാണിത്. വരും ദിവസങ്ങളിൽ താൻ നേരിടാൻ പോകുന്ന മാനസിക പീഡനങ്ങളുടെ ഒരു ചെറിയ സൂചന മാത്രമാണ് ഇന്ന് ലഭിച്ചത്. സ്നേഹമില്ലാത്ത ഈ ചുമരുകൾക്കുള്ളിൽ തന്നെ വെറുക്കുന്നവർക്കിടയിൽ നന്ദന്റെ സ്നേഹം എന്ന ഒറ്റ പിടിവളി എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നോർത്ത് അവളുടെ ഉറക്കം നഷ്ടപ്പെട്ടു. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ മറഞ്ഞിരുന്നു. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ സൂചന എന്നോണം ഇരുണ്ട മേഘങ്ങൾ ആകാശത്തെ മൂടി തുടങ്ങിയിരുന്നു. വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ ഏതാനും ആഴ്ചകൾ ഒരു മായിക ലോകം പോലെയാണ് കടന്നുപോയതെങ്കിലും
ആ വീടിന്റെ യഥാർത്ഥ മുഖം അഞ്ജലിക്ക് മുൻപിൽ അനാവരണം ചെയ്യപ്പെടാൻ അധികം സമയമെടുത്തില്ല. നന്ദന്റെ സ്നേഹം ഒരു വലിയ കുടയായി അവൾക്ക് മീതെ ഉണ്ടായിരുന്നെങ്കിലും അവൻ ജോലിക്ക് പോകുന്ന പകലുകൾ അവൾക്കൊരു പേടി സ്വപ്നമായി മാറുകയായിരുന്നു. വിശാലമായ ആ തറവാട് വീടിന്റെ ചുമരുകൾക്കുള്ളിൽ അവൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. സ്വന്തം വീട്ടിൽ ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടന്നിരുന്ന അഞ്ജലി ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ഒരു അന്യഗ്രഹ ജീവിയെ പോലെയായി. അവളുടെ ഓരോ ചലനങ്ങളെയും ഓരോ വാക്കുകളെയും എന്തിനേറെ പറയുന്നു, അവൾ കഴിക്കുന്ന ഓരോ വറ്റു ചോറിനെയും സുമതിയുടെയും രേഷ്മയുടെയും കണ്ണുകൾ പരിഹാസത്തോടെ അളന്നുകൊണ്ടിരുന്നു. അടുക്കളയായിരുന്നു അവരുടെ പ്രധാന പോർക്കളം. അതിരാവിലെ എഴുന്നേറ്റ് വീട്ടുജോലികൾ മുഴുവൻ ഒറ്റയ്ക്ക് ചെയ്യാൻ അവൾ പരമാവധി ശ്രമിച്ചു. എന്നാൽ അവൾ എന്തു ചെയ്താലും അതിലൊക്കെ കുറ്റങ്ങൾ കണ്ടെത്താൻ സുമതി മത്സരിച്ചു. ഒരിക്കലെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയിൽ അല്പം വിയർത്തുപോയ അഞ്ജലിയെ നോക്കി സുമതി പുച്ഛത്തോടെ പറഞ്ഞു, 2 ദോശ ചുട്ടെടുക്കുമ്പോഴേക്കും കിതപ്പും വിയർപ്പും കണ്ടില്ലേ? ഈ വണ്ണവും വെച്ചുകൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ എന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ മോന്റെ ഒരു ഗതികേട്. ആ വാക്കുകൾ കേട്ട് തൊട്ടടുത്ത് നിന്നിരുന്ന രേഷ്മ ഉറക്കെ ചിരിച്ചു. ആ ചിരി അവളുടെ ഹൃദയത്തിലാണ് തറച്ചു കയറിയത്. താൻ കാരണം നന്ദൻ അപമാനിക്കപ്പെടുന്നു എന്ന ചിന്ത അവളെ വല്ലാതെ വേദനിപ്പിച്ചു. കയ്യിലുണ്ടായിരുന്ന തവി താഴെ വെക്കാതെ, കണ്ണീർ പുറത്തു കാണിക്കാതെ അവൾ ആ ദോശ മുഴുവൻ ചുട്ടുതീർത്തു. ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരുന്നു ഏറ്റവും വലിയ ക്രൂരത. തടിയുള്ളവൾ എന്ന വിളിപ്പേര് മാറ്റാൻ വേണ്ടി അവൾ ഭക്ഷണത്തിന്റെ അളവ് പകുതിയായി കുറച്ചു. വിശപ്പുണ്ടെങ്കിൽ പോലും അവൾ കൂടുതൽ കഴിക്കാൻ തയ്യാറായില്ല. എന്നാൽ അതിനും അവൾക്ക് പഴി കേൾക്കേണ്ടി വന്നു. ഇതൊക്കെ വെറും അഭിനയമല്ലേ എന്ന് രേഷ്മ. നമ്മുടെ മുന്നിൽ വെച്ച് കുറച്ചു കഴിക്കും, നമ്മൾ ഇല്ലാത്തപ്പോൾ അടുക്കളയിൽ കയറി വയറു നിറയെ തിന്നും, അല്ലാതെ ഈ തടി വെറുതെ ഉണ്ടാകുന്നതാണോ? സുമതിയുടെ ഈ വാക്കുകൾ കേട്ട ദിവസം അവൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ മുറിയിൽ അടച്ചിരുന്നു കരഞ്ഞു. കഴിച്ചാലും കുറ്റം, കഴിച്ചില്ലെങ്കിലും കുറ്റം. അവളുടെ ശരീരം അവർക്കൊരു വിനോദോപാധി മാത്രമായി മാറിയിരുന്നു. ബന്ധുക്കൾ വീട്ടിൽ വരുമ്പോഴായിരുന്നു അടുത്ത വേദന. അവരെ അഭിമുഖീകരിക്കാൻ തന്നെ അവൾക്ക് ഭയമായിരുന്നു. പുതിയ വധുവിനെ കാണാൻ വരുന്നവരൊക്കെ അവളുടെ വണ്ണത്തെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും സംസാരിച്ചു. കുട്ടിക്ക് കുറച്ച് തടി കൂടുതലാണല്ലേ, നന്ദൻ നല്ല സ്ലിം ആണല്ലോ, അപ്പോ ഒരു ചേർച്ചക്കുറവ് തോന്നും എന്ന് മുഖത്ത് നോക്കി പറയുന്നവരോട് പ്രതികരിക്കാൻ കഴിയാതെ അവൾ തലകുനിച്ചു നിന്നു. അപ്പോഴൊക്കെ സുമതിയും രേഷ്മയും അത് ആസ്വദിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. തന്നെ പ്രതിരോധിക്കാനോ അവൾക്കും ഒരു മനസ്സുണ്ടെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനോ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. സ്വന്തം വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അമ്മയോട് എല്ലാം തുറന്നു പറയാൻ അവൾ കൊതിച്ചെങ്കിലും തന്റെ സങ്കടം കേട്ട് അവർ വേദനിക്കേണ്ട എന്ന് കരുതി എല്ലാം അവൾ ഉള്ളിൽ ഒതുക്കി. ഞാനിവിടെ ഒരുപാട് സന്തോഷവതിയാണ് അമ്മയെന്ന് കള്ളം പറയുമ്പോൾ അവളുടെ തൊണ്ടയിടറുന്നുണ്ടായിരുന്നു. വൈകുന്നേരം നന്ദൻ തിരികെ വരുമ്പോൾ അവൾ എല്ലാം മറന്നൊരു പുഞ്ചിരി മുഖത്തണിയും. അവൾ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങളുടെ ഒരു ചെറിയ അംശം പോലും അവനെ അറിയിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. തന്റെ സ്വന്തം വീട്ടുകാരെ കുറിച്ച് അവൻ മോശമായി ചിന്തിക്കരുതെന്നും അവൻ അവരുമായി അകലരുതെന്നും അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ നന്ദൻ ഒരു വിഡ്ഢിയായിരുന്നില്ല. കോളേജ് കാലത്ത് ഒരുപാട് സംസാരിച്ചിരുന്ന പൊട്ടിച്ചിരിക്കുന്ന തന്റെ അഞ്ജലി എവിടെയോ നഷ്ടപ്പെട്ടു പോയെന്ന് അവൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. അവളുടെ മുഖത്തെ വിളർച്ചയും കണ്ണുകളിലെ ശൂന്യതയും അവനിൽ സംശയങ്ങൾ ജനിപ്പിച്ചു. അവൻ ചോദിക്കുമ്പോഴെല്ലാം ഒന്നുമില്ല നന്ദേട്ട, വെറുതെ തലവേദന എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. എന്നാൽ അധികനാൾ ആ സത്യം മറച്ചുവെക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒരു ദിവസം നന്ദൻ ഓഫീസിൽ നിന്ന് നേരത്തെ മടങ്ങിയെത്തി. അവൻ വരുമ്പോൾ വീട് നിശബ്ദമായിരുന്നു. അവൻ നേരെ പോയത് അവരുടെ കിടപ്പുമുറിയിലേക്കാണ്. വാതിൽ പാതി ചാരിയിരിക്കുകയാണ്. ഉള്ളിൽ നിന്നും അഞ്ജലിയുടെ തേങ്ങി കരച്ചിൽ അവൻ കേട്ടു. അവൻ വാതിലിനരികിൽ നിന്നു. അഞ്ജലിയുടെ മുന്നിൽ രേഷ്മ നിൽക്കുകയാണ്. അന്ന് രാവിലെ നന്ദൻ അവൾക്കായി ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഒരു പുതിയ ചുരിദാർ ആയിരുന്നു വിഷയം. നിനക്കെന്താടി ബുദ്ധിയില്ലേ? രേഷ്മ ആക്രോശിക്കുകയായിരുന്നു. ഏട്ടൻ സ്നേഹം കൊണ്ട് എന്തെങ്കിലും വാങ്ങി തരുമ്പോൾ അത് ഇടാൻ പറ്റുമോ എന്ന് നീ കണ്ണാടിയിൽ നോക്കേണ്ടേ? ഈ തടിയും വെച്ച് ഇതിട്ടാൽ ആനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടിയത് പോലെ ഉണ്ടാകും. നിന്റെ ഈ കോലം കണ്ട് എന്റെ ഏട്ടന്റെ ജീവിതം നശിക്കുകയാണ്. നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളെ കൊണ്ട് നാണം കെടുത്താനായിട്ട് വന്നോളും ഓരോരുത്തർ. രേഷ്മയുടെ ഓരോ വാക്കുകളും ചാട്ടുള്ളി പോലെയാണ് അഞ്ജലിയിൽ പതിച്ചത്. അവൾ 2 കൈകൊണ്ട് മുഖം പൊത്തി കരയുകയാണ്. ഞാനായിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ രേഷ്മേ, പിന്നെയും എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. ഉപദ്രവിക്കാനോ? നിന്റെ ഈ തടി കണ്ടാൽ ആർക്കായാലും അറപ്പ് തോന്നും. ഏട്ടന് എന്തോ അബദ്ധം പറ്റിയതാ. നീ കാരണം ഈ വീട്ടിൽ സമാധാനമില്ലാതായി. രേഷ്മ വീണ്ടും കലിതുള്ളി. പുറത്തു നിൽക്കുന്ന നന്ദന്റെ സിരകളിൽ ചോര തിളച്ചു. തന്റെ ഭാര്യ ഈ വീട്ടിൽ അനുഭവിക്കുന്ന നരകയാതനയുടെ നേർചിത്രമാണ് അവൻ ആ നിമിഷം കണ്ടത്. സ്നേഹമില്ലെങ്കിലും അവർ അവളെ ഉപദ്രവിക്കില്ലെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ താൻ കാണാത്ത പകലുകളിൽ തന്റെ ജീവന്റെ പാതിയെ അവർ പിച്ചു ചീന്തുകയായിരുന്നു എന്ന് അവൻ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. അവൾക്ക് അവളുടെ ആത്മവിശ്വാസവും സന്തോഷവും പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വന്തം ശരീരത്തെക്കുറിച്ച് അവൾക്ക് തന്നെ വെറുപ്പ് തോന്നുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു.
വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറാൻ നന്ദന്റെ കൈകൾ ഉയർന്നു. അവൻ ഇനി നിശബ്ദനായിരിക്കില്ല. തന്റെ പ്രണയത്തെ, തന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ അവൻ ഏതറ്റം വരെയും പോകേണ്ടതുണ്ട്. സ്വന്തം ചോരയാണെന്ന പരിഗണന പോലും ഇനി നൽകാൻ കഴിയില്ലെന്ന വലിയൊരു തീരുമാനത്തിലേക്ക് നന്ദന്റെ മനസ്സ് മാറുകയായിരുന്നു. പുറത്ത് ആകാശം കറുത്തിരുണ്ടു. ഒരു വലിയ കൊടുങ്കാറ്റിനുള്ള മുന്നൊരുക്കങ്ങൾ പ്രകൃതിയും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നന്ദന്റെ മനസ്സിലെ കൊടുങ്കാറ്റ് ആ വീട്ടിലെ പലതിനെയും പിഴുതെറിയാൻ പോവുകയാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. പാതിചാരിയ വാതിൽ വലിയൊരു ശബ്ദത്തോടെ തുറക്കപ്പെട്ടപ്പോൾ രേഷ്മ ഞെട്ടി വിറച്ചുപോയി. കൊടുങ്കാറ്റ് പോലെയാണ് നന്ദൻ മുറിയിലേക്ക് കടന്നു വന്നത്. അവന്റെ കണ്ണുകളിൽ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള തീക്ഷ്ണമായ കോപം ജ്വലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. മുഖം പൊത്തിക്കരയുകയായിരുന്ന അഞ്ജലി നന്ദനെ കണ്ടയുടനെ പരിഭ്രാന്തിയോടെ എഴുന്നേറ്റു. അവളുടെ മുഖത്തെ കണ്ണീർപ്പാടുകളും വിറയ്ക്കുന്ന ചുണ്ടുകളും നന്ദന്റെ ഹൃദയത്തിൽ വേദന സൃഷ്ടിച്ചു. എന്താടി നീ ഇപ്പോൾ പറഞ്ഞത്? നന്ദന്റെ ശബ്ദം ആ മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു ഇടിമുഴക്കം പോലെ മുഴങ്ങി. അവന്റെ ആ ചോദ്യത്തിൽ രേഷ്മ ഒന്ന് പതറി. ഇതുവരെ അവൾ കണ്ടിട്ടുള്ള എന്തിനും ശാന്തനായി പ്രതികരിക്കുന്ന സ്നേഹനിധിയായ ജ്യേഷ്ഠനായിരുന്നില്ല അവളുടെ മുന്നിൽ നിൽക്കുന്നത്. മറിച്ച് തന്റെ ഭാര്യയുടെ കണ്ണുനീരിന് പകരം ചോദിക്കാൻ വന്ന ഒരു ഭർത്താവായിരുന്നു. അത് ഞാൻ ഏട്ടൻ വാങ്ങിക്കൊടുത്ത ചുരിദാർ, രേഷ്മ വിക്കലോടെ പറഞ്ഞു തുടങ്ങിയെങ്കിലും നന്ദൻ അവളെ മുഴുമിപ്പിക്കാൻ അനുവദിച്ചില്ല. നിർത്തടി, നന്ദൻ അലറി. എന്ത് ചുരിദാർ? അവൾക്ക് എന്ത് ചേരുമെന്നും ചേരില്ലെന്നും തീരുമാനിക്കാൻ നീ ആരാ? എന്റെ ഭാര്യയെ അവളുടെ ശരീരത്തിന്റെ പേരിൽ അപമാനിക്കാൻ ഈ വീട്ടിൽ ആർക്കും ഞാൻ അവകാശം തന്നിട്ടില്ല. അത് സ്വന്തം പെങ്ങളായാലും ശരി. ബഹളം കേട്ട് അടുക്കളയിൽ നിന്നും സുമതി ഓടിയെത്തി. മുറിയിലെ അവസ്ഥ കണ്ടപ്പോൾ അവർക്കും കാര്യം ഏകദേശം മനസ്സിലായി. മകളുടെ പക്ഷം ചേരാനായി അവർ ഉടനെ ഇടപെട്ടു. നീ എന്തിനാ നന്ദ അവളുടെ മേൽ കുതിര കയറുന്നത്? അവൾ സത്യം തന്നെയല്ലേ പറഞ്ഞത്? ആ കോലം കെട്ട വസ്ത്രമിട്ട് ഇവൾ പുറത്തിറങ്ങിയാൽ നാട്ടുകാർ നമ്മളെയല്ലേ നോക്കിച്ചിരിക്കുക? നിനക്ക് ഇതിന്റെയൊന്നും നാണക്കേട് അറിയില്ലായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. സുമതിയുടെ വാക്കുകൾ കേട്ട് നന്ദൻ ഒരു നിമിഷം തരിച്ചു നിന്നു. സ്വന്തം അമ്മയുടെ വായിൽ നിന്നും ഇത്ര ക്രൂരമായ വാക്കുകൾ അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അണ്ണത്തെ ചൊല്ലിയുള്ള അവരുടെ അനിഷ്ടം വെറുമൊരു ഈർഷ്യ മാത്രമാണെന്ന് അവൻ കരുതിയിരുന്നത്. എന്നാൽ താനില്ലാത്ത പകലുകളിൽ തന്റെ ജീവന്റെ പാതിയെ അവർ എത്രത്തോളം മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്ന നഗ്ന സത്യം അവന്റെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയായിരുന്നു. നന്ദന്റെ ശബ്ദം അല്പം താഴ്ന്നെങ്കിലും അതിലെ ദൃഢത ഒട്ടും കുറഞ്ഞിരുന്നില്ല. നാട്ടുകാരുടെ ചിരിയാണോ അമ്മയ്ക്ക് വലുത്? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് അഞ്ജലി. അവളുടെ വണ്ണമോ നിറമോ രൂപമോ അല്ല ഞാൻ നോക്കിയത്. എന്നേക്കാൾ നന്നായി എന്നെ മനസ്സിലാക്കുന്ന, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ഹൃദയമാണ് അവളുടേത്. നിങ്ങൾ അവളെ അളക്കുന്നത് വെറുമൊരു ശരീരത്തിന്റെ അളവുകോലുകൾ വെച്ചാണ്. പക്ഷെ ഞാൻ അവളെ അളക്കുന്നത് എന്റെ ജീവന്റെ പാതിയായാണ്. അവളെ വേദനിപ്പിക്കുന്നത് എന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. അഞ്ജലി ഓടി വന്ന് നന്ദന്റെ കൈകളിൽ പിടിച്ചു. വേണ്ട നന്ദേട്ടാ, അമ്മയോട് ദേഷ്യപ്പെടേണ്ട, എന്റെ തെറ്റാണ് ഞാൻ. അവൾ വീണ്ടും വിതുമ്പാൻ തുടങ്ങി. നിന്റെ ഒരു തെറ്റുമില്ല അഞ്ജലി, നന്ദൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൻ സുമതിയുടെയും രേഷ്മയുടെയും മുഖത്തേക്ക് നോക്കി. ഇനി ഈ വീട്ടിൽ വെച്ച് എന്റെ ഭാര്യയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീഴാൻ ഞാൻ അനുവദിക്കില്ല. അവളുടെ തടിയെക്കുറിച്ചോ രൂപത്തെക്കുറിച്ചോ ഒരക്ഷരം ആരെങ്കിലും മിണ്ടിയാൽ പിന്നെ നിങ്ങൾ കാണുന്നത് പഴയ നന്ദനെ ആയിരിക്കില്ല. നിങ്ങൾ അവളെ സ്നേഹിക്കണമെന്ന് ഞാൻ നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷെ എന്റെ ഭാര്യയ്ക്ക് അർഹമായ ബഹുമാനം ഈ വീട്ടിൽ കിട്ടിയിരിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദൻ വാതിൽ വലിച്ചടച്ചു. സുമതിയും രേഷ്മയും പുറത്ത് അമ്പരപ്പോടെ നിന്നു. ഇത്രയും നാളത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് നന്ദൻ അവർക്കെതിരെ ഇത്രയും ശക്തമായി സംസാരിക്കുന്നത്. മുറിയിൽ അഞ്ജലി തളർന്ന് കട്ടിലേക്ക് വീണു. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം നിറഞ്ഞു നിന്നിരുന്നു. താൻ കാരണം ഒരു കുടുംബം തകരുകയാണോ? താൻ കാരണം നന്ദൻ സ്വന്തം അമ്മയോടും സഹോദരിയോടും ശത്രുതയിലാവുകയാണോ? ഈ ചിന്തകൾ അവളെ വല്ലാതെ അലട്ടി. നന്ദൻ അവളുടെ അരികിലിരുന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവന്റെ വിരലുകൾ അവളുടെ കണ്ണുനീർ തുടച്ചു മാറ്റി. എന്നെ വെറുക്കരുത് നന്ദേട്ടാ, ഞാൻ കാരണം നന്ദേട്ടന്റെ വീട്ടുകാർ. അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഭ്രാന്ത് പറയരുത് അഞ്ജലി, നന്ദൻ അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. നീ കാരണം ആരും തമ്മിലടിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്നോട് തന്നെയാണ് ദേഷ്യം. ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്റെ സ്നേഹം കൊണ്ട് നിന്നെ സംരക്ഷിക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നീ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കൂ. ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പക്ഷെ ആ ചുരിദാർ, രേഷ്മ പറഞ്ഞതാണ് ശരി. എനിക്കിതൊന്നും ചേരില്ല. അഞ്ജലി വീണ്ടും അപകർഷതാബോധത്തിലേക്ക് വഴുതി വീഴാൻ ശ്രമിച്ചു. നന്ദന ചുരിദാർ കയ്യിലെടുത്തു. മനോഹരമായ ഒരു കടുന്നീല നിറത്തിലുള്ള ചുരിദാർ ആയിരുന്നു അത്. അവനത് അവളുടെ നേരെ നീട്ടി. നീ ഇതൊന്ന് ഇട്ടു നോക്ക്, എന്നിട്ട് ഈ കണ്ണാടിയിൽ നോക്ക്. മറ്റാരുടെയും കണ്ണിലൂടെയല്ല, നിന്റെ കണ്ണിലൂടെ നീ നിന്നെ തന്നെ കാണണം. എന്റെ കണ്ണിൽ നീ ഈ ലോകത്തെ ഏറ്റവും സുന്ദരിയായ പെണ്ണാണ്. നിന്റെ ഈ വണ്ണമാണ് നിനക്ക് ഏറ്റവും വലിയ സൗന്ദര്യം തരുന്നത്. നിന്റെ ഈ ചിരിയാണ് എന്റെ ലോകം പ്രകാശിപ്പിക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമല്ല. എനിക്ക് നീ മാത്രം മതി. അവന്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിലെ മുറിവുകൾക്ക് ഒരു ലേപനമായി മാറി. ഇത്രയും കാലം താൻ കേട്ട പരിഹാസങ്ങൾക്കെല്ലാം മറുപടിയായി അവന്റെ സ്നേഹം അവളിൽ നിറഞ്ഞു. അവൻ അവളെ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞു. ഇത്തവണ അത് സങ്കടം കൊണ്ടായിരുന്നില്ല, അതിലില്ലാത്ത ആശ്വാസം കൊണ്ടായിരുന്നു. പുറത്ത് ഇരുൾ വീണു കഴിഞ്ഞിരുന്നു. ആ വലിയ തറവാട്ട് വീട്ടിൽ ഒരു വല്ലാത്ത നിശബ്ദത തളം കെട്ടി നിന്നു. സുമതിയും രേഷ്മയും അവരുടെ മുറിയിൽ അടച്ചിരിക്കുകയാണ്.
നന്ദന്റെ പ്രതികരണം അവരെ അമ്പരപ്പിച്ചിരുന്നുവെങ്കിലും അഞ്ജലിയോടുള്ള അവരുടെ വെറുപ്പ് കുറഞ്ഞിരുന്നില്ല. മറിച്ച് സുമതിക്ക് തന്റെ മകനെയും രേഷ്മയ്ക്ക് തന്റെ ജ്യേഷ്ഠനെയും തങ്ങളിൽ നിന്ന് അകറ്റിയ ഒരു ദുർമന്ത്രവാദിനിയായി അവർ അവളെ കൂടുതൽ വെറുക്കാൻ തുടങ്ങുകയായിരുന്നു. കിടപ്പുമുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ നന്ദന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോൾ അഞ്ജലിയുടെ മനസ്സിൽ ഒരേ സമയം ഭയവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. നന്ദൻ കൂടെയുള്ളിടത്തോളം കാലം തനിക്ക് ഒന്നിനെയും ഭയപ്പെടാനില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നാൽ ഈ വീടിന്റെ അന്തരീക്ഷം മാറാൻ പോകുന്നില്ല എന്ന സത്യവും അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് പോരാട്ടങ്ങൾ തങ്ങൾക്ക് മുന്നിലുണ്ടെന്ന് അവരുടെ രണ്ടുപേരുടെയും ഹൃദയമിടിപ്പുകൾ പരസ്പരം മന്ത്രിക്കുകയാണ്. വരും ദിവസങ്ങൾ കൂടുതൽ കലുഷിതമാകുമെന്ന സൂചനയോടെ ആ രാത്രി പതുക്കെ കടന്നുപോയി. ആ വലിയ തറവാട്ട് വീട് പിറ്റേന്ന് പുലർന്നത് വല്ലാത്തൊരു മൂകതയോടെയാണ്. തലേ ദിവസം രാത്രിയിലെ പൊട്ടിത്തെറികൾക്ക് ശേഷം വീടിന്റെ അന്തരീക്ഷം ആകെ മാറിയിരുന്നു. മുറ്റത്തെ മാവിൻ കൊമ്പിലിരുന്ന് ചിലയ്ക്കുന്ന കിളികളുടെ ശബ്ദം ആ നിശബ്ദതയിൽ മുഴച്ചു നിന്നു. പതിവ് പോലെ അതിരാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അഞ്ജലിയുടെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടിയിരുന്നു. സുമതിയും രേഷ്മയും അവിടെ തന്നെ ഉണ്ട്. എന്നാൽ അവർ അവളെ കണ്ടതായി പോലും നടിച്ചില്ല. ചായ ഉണ്ടാക്കാനായി പാലെടുത്ത അഞ്ജലിയുടെ കയ്യിൽ നിന്ന് പാത്രം അറിയാതെ താഴ്വണി ചെറിയൊരു ശബ്ദമുണ്ടായി. മുൻപായിരുന്നുവെങ്കിൽ ഉടനെ സുമതിയുടെ കുത്തുവാക്കുകൾ ഉയരേണ്ടതായിരുന്നു. എന്നാൽ അന്ന് അവർ തിരിഞ്ഞു നോക്കുകയോ ഒരക്ഷരം മിണ്ടുകയോ ചെയ്തില്ല. വാക്കുകൾ കൊണ്ടുള്ള മുറിവുകളേക്കാൾ ആഴമുണ്ടായിരുന്നു ആ അവഗണനയ്ക്ക് എന്ന് അഞ്ജലി വേദനയോടെ തിരിച്ചറിഞ്ഞു. ആ വീട്ടിൽ താനൊരു അദൃശ്യമായ രൂപമായി മാറിയതുപോലെ അവൾക്ക് തോന്നി. നന്ദൻ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വലിയ വീടിനുള്ളിൽ അവൾ തീർത്തും ഒറ്റയ്ക്കാണ്. ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ സുമതിയും രേഷ്മയും വരില്ല. അവർ സ്വയം എടുത്തു കഴിക്കും. അഞ്ജലി ഉണ്ടാക്കുന്ന കറികൾ അവർ തൊട്ടു നോക്കുക പോലുമില്ല. പകരം അവർക്ക് വേണ്ടത് അവർ തന്നെ ഉണ്ടാക്കും. ഒരു വീട്ടിൽ രണ്ട് അടുക്കളകൾ പ്രവർത്തിക്കുന്നത് പോലെ. മാനസികമായ ഈ അകറ്റി നിർത്തൽ അഞ്ജലിയെ വല്ലാതെ തളർത്തി. തന്റെ വണ്ണവും രൂപവും കാരണം താൻ എത്രത്തോളം വെറുക്കപ്പെട്ടവളായി മാറിയിരിക്കുന്നു എന്ന ചിന്ത അവളെ വീണ്ടും അപകർഷതാബോധത്തിന്റെ ഇരുട്ടിലേക്ക് തള്ളിയിട്ടു. ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. വീടിനുള്ളിലെ തണുത്ത മരവിപ്പ് മാറ്റാൻ അഞ്ജലി പലവട്ടം ശ്രമിച്ചു. സുമതിക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയും രേഷ്മയുടെ തുണികൾ ഇസ്തിരിയിട്ട് വെച്ചും അവൾ അവരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ നോക്കി. എന്നാൽ പാറക്കല്ലിൽ പെയ്ത മഴ പോലെ അവളുടെ ശ്രമങ്ങളെല്ലാം വിഫലമായി. ഇതൊന്നും കണ്ട് ഞങ്ങൾ മയങ്ങുമെന്ന് കരുതണ്ട. നിന്നെ ഈ വീടിന്റെ മരുമകളായി ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന ഭാവമായിരുന്നു അവർക്ക്. നന്ദൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താൻ വീട്ടിലില്ലാത്ത സമയത്ത് അവർ അവളെ ഉപദ്രവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ അവൻ ഇടയ്ക്കിടെ ഫോണിൽ വിളിക്കുമായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല നന്ദേട്ടാ എന്ന് അഞ്ജലി പറയുമ്പോഴും അവളുടെ ശബ്ദത്തിലെ ശൂന്യത അവന് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. തന്റെ പ്രിയപ്പെട്ടവൾ എപ്പോഴും കലപില സംസാരിച്ചിരുന്ന പൊട്ടിച്ചിരിച്ചിരുന്ന തന്റെ അഞ്ജലി ഇപ്പോൾ വെറുമൊരു നിഴൽ മാത്രമായി മാറിയിരിക്കുന്നു. അവളുടെ ചുണ്ടുകളിലെ ചിരി മാഞ്ഞിരുന്നു. കണ്ണുകളിൽ എപ്പോഴും ഒരു ഭയം തളം കെട്ടി നിൽക്കുന്നത് പോലെ. അവൾ കൂടുതൽ ഉൾവലിയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അവന് മനസ്സിലായി. തന്നെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവൾ അഭിനയിക്കുകയാണെന്നും അവൻ അറിയാമായിരുന്നു. ഒരു ഞായറാഴ്ച നന്ദന്റെ ഒരു അമ്മാവൻ കുടുംബസമേതം വീട്ടിൽ വിരുന്നിനെത്തി. അഞ്ജലി എല്ലാവർക്കും ചായയും പലഹാരങ്ങളും നൽകി മാറി നിന്നു. സ്വീകരണ മുറിയിൽ നിന്നും അവരുടെ സംസാരം അവൾക്ക് കേൾക്കാമായിരുന്നു. എന്താ സുമതി, നന്ദന്റെ ഭാര്യ എപ്പോഴും ഇങ്ങനെ വാടിയാണോ ഇരിക്കുന്നത്? നല്ല തടിയുള്ളത് കൊണ്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അവൾക്ക്? അമ്മാവന്റെ ചോദ്യത്തിൽ പരിഹാസം നിറഞ്ഞു നിന്നിരുന്നു. സുമതിയുടെ മറുപടി ഒട്ടും വൈകിയില്ല. അസുഖമൊന്നുമില്ലാട്ടോ. അവൾക്ക് അങ്ങനെ എന്തെങ്കിലും കേടുപാടുകൾ വന്നിരുന്നെങ്കിൽ എന്റെ മോനെങ്കിലും രക്ഷപ്പെട്ടേനെ. ഈ തടിച്ചിയെ കല്യാണം കഴിച്ചതോടെ എന്റെ മോന്റെ ജീവിതം നശിച്ചു. നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യാതെയായി. എല്ലാം തങ്ങളുടെ തലവര. അടുക്കളയുടെ വാതിൽപ്പടിയിൽ നിന്നിരുന്ന അഞ്ജലിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അവൾ വായ് പൊത്തി കരഞ്ഞു. എന്നാൽ പുറത്തു പോയി കഴിഞ്ഞിരുന്ന നന്ദൻ കൃത്യം ആ സമയത്താണ് വീട്ടിലേക്ക് കയറി വന്നത്. അമ്മയുടെ വാക്കുകൾ അവന്റെ കാതുകളിൽ വ്യക്തമായി പതിച്ചിരുന്നു. അവൻ സ്വീകരണ മുറിയിലേക്ക് കയറി ചെന്നു. അമ്മാവനെയും കുടുംബത്തെയും നോക്കി അവൻ ശാന്തമായി പറഞ്ഞു, അമ്മാവ, എന്റെ ഭാര്യയുടെ ആരോഗ്യത്തെക്കുറിച്ചോ തടിയെക്കുറിച്ചോ ആരും വിഷമിക്കേണ്ട. പിന്നെ അമ്മേ, എന്റെ ജീവിതം നശിച്ചിട്ടില്ല. ഞാൻ വളരെ സന്തോഷവാനാണ്. പക്ഷേ എന്റെ ഭാര്യയ്ക്ക് ഈ വീട്ടിൽ യാതൊരു വിലയുമില്ലെന്ന് എനിക്കിപ്പോൾ പൂർണ്ണമായും ബോധ്യമായി. കൂടുതലൊന്നും പറയാതെ നന്ദൻ നേരെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ കണ്ണുനീർ തുളച്ചു നിൽക്കുന്ന അഞ്ജലിയുടെ കൈകളിൽ പിടിച്ച് അവൻ തങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് നടന്നു. വാതിലടച്ച ശേഷം അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞുപോയി. ഇത്രയും നാളായി ഉള്ളിലൊതുക്കിയ സങ്കടങ്ങളെല്ലാം അണപൊട്ടി ഒഴുകുന്നത് പോലെ പുറത്തേക്ക് വന്നു. മതി അഞ്ജലി, നീ കരഞ്ഞത് മതി. നന്ദൻ അവളുടെ മുഖമുയർത്തി കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ഞാൻ വിചാരിച്ചു സമയം കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന്. പക്ഷേ ഇല്ല, ഇവർ ഒരിക്കലും മാറാൻ പോകുന്നില്ല. നിന്റെ ഈ കണ്ണുനീർ കണ്ടുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ ഞാൻ തയ്യാറല്ല. നമ്മൾ ഇവിടുന്ന് പോകുന്നു. അഞ്ജലി ഞെട്ടലോടെ അവനെ നോക്കി. എങ്ങോട്ട് പോകാൻ? സ്വന്തം അമ്മയെയും പെങ്ങളെയും ഉപേക്ഷിക്കുകയല്ല അഞ്ജലി, നന്ദൻ തീർത്തു പറഞ്ഞു. എന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഞാൻ ഇന്നും അവരുടെ നന്ദൻ തന്നെയായിരിക്കും. പക്ഷേ ഒരു ഭർത്താവ് എന്ന നിലയിൽ നിനക്ക് സംരക്ഷണം നൽകേണ്ടത് എന്റെ കടമയാണ്. നിന്നെ ദിവസവും ഇങ്ങനെ മാനസികമായി കൊല്ലുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മാറി താമസിക്കുന്നതാണ്. നമുക്ക് സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഒരിടം വേണം. അത് ഈ വീടല്ല. പക്ഷെ നാട്ടുകാർ എന്ത് വിചാരിക്കും? ഞാൻ കാരണം നന്ദേട്ടൻ കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞു എന്ന് എല്ലാവരും പറയില്ലേ? അവളുടെ ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു.
നാട്ടുകാർ എന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. നന്ദന്റെ ശബ്ദത്തിൽ ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. നാട്ടുകാരുമല്ല, എന്റെ കുടുംബവുമല്ല നിന്റെ കൂടെ ജീവിക്കുന്നത് ഞാനാണ്. നിന്നെ ഈ രൂപത്തിൽ, ഈ വണ്ണത്തിൽ പൂർണ്ണമായി പ്രണയിച്ചവനാണ് ഞാൻ. നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. നിന്റെ ആ പഴയ ചിരി എനിക്ക് തിരികെ വേണം. എന്റെ അഞ്ജലിയെ എനിക്ക് തിരികെ വേണം. അതിന് നമ്മൾ ഈ വീട് വിട്ടേ മതിയാകൂ. അവന്റെ വാക്കുകളിലെ സ്നേഹവും കരുത്തും അവളിൽ പുതിയൊരു ഊർജ്ജം നിറച്ചു. ഇത്രയും കാലം തന്നെ ഇരുട്ടിലേക്ക് തള്ളിയിട്ടവരോട് പോരാടാനുള്ള ശക്തി അവൻ അവൾക്ക് നൽകുകയായിരുന്നു. അവൾ പതിയെ തലകുലുക്കി സമ്മതം മൂളി. തങ്ങളുടെ പുതിയൊരു ജീവിതത്തിലേക്കുള്ള ആദ്യ പടിയായിരുന്നു ആ തീരുമാനം. അന്ന് രാത്രി തങ്ങളുടെ അത്യാവശ്യം സാധനങ്ങളെല്ലാം അവർ പെട്ടികളിലാക്കി. നാളെ പുലരുമ്പോൾ ഈ വലിയ തറവാടിന്റെ പടിയിറങ്ങണം. സ്വന്തം സ്വപ്നങ്ങളും സ്നേഹവും മാത്രം കൈമുതലാക്കി പുതിയൊരു ലോകത്തേക്ക്. ഭയമുണ്ടായിരുന്നെങ്കിലും നന്ദന്റെ കൈകൾ തന്നോട് ചേർത്ത് പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ഏത് പ്രതിസന്ധിയെയും നേരിടാൻ തനിക്ക് കഴിയുമെന്ന് അഞ്ജലിയുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. പുതിയൊരു പ്രഭാതത്തിനായി, പുതിയൊരു ജീവിതത്തിനായി അവർ കാത്തിരുന്നു. പുലർച്ചെ കോഴി കൂന്നതിനു മുൻപ് തന്നെ അഞ്ജലി ഉണർന്നിരുന്നു. കഴിഞ്ഞ കുറെ മാസങ്ങളായി അവൾ അനുഭവിച്ച ശ്വാസമുട്ടലുകൾക്ക് ഇന്ന് അവസാനമാകാൻ പോവുകയാണ്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പ്രഭാതം പൊട്ടിവിടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തറവാട്ട് വീട്ടിലെ അവസാനത്തെ പ്രഭാതം. ഉറങ്ങിക്കിടക്കുന്ന നന്ദന്റെ മുഖത്തേക്ക് അവൾ നോക്കി. തനിക്കു വേണ്ടി സ്വന്തം വീടും വീട്ടുകാരെയും ഉപേക്ഷിക്കാൻ തയ്യാറായ ആ മനുഷ്യനോടുള്ള സ്നേഹവും ബഹുമാനവും അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നു. പെട്ടികൾ ഇന്നലെ രാത്രി തന്നെ ഒരുക്കി വെച്ചിരുന്നു. സൂര്യകിരണങ്ങൾ മുറ്റത്തെ തുളസിയിൽ വീണപ്പോൾ നന്ദനും ഉണർന്നു. എല്ലാം അവസാനവട്ടം പരിശോധിച്ച് പെട്ടികളെടുത്ത് അവൻ സ്വീകരണ മുറിയിലേക്ക് നടന്നു. പിന്നാലെ ഭയവും സങ്കടവും കലർന്ന മനസ്സോടെ അഞ്ജലിയും. വലിയ ശബ്ദത്തോടെ പെട്ടികൾ താഴെ വെക്കുന്നത് കേട്ടാണ് സുമതിയും രേഷ്മയും മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നത്. പോകാൻ തയ്യാറായി നിൽക്കുന്ന മകനെയും മരുമകളെയും കണ്ട് സുമതിയുടെ മുഖത്ത് കോപം ഇരച്ചു കയറി. എന്താ നന്ദ ഇതിന്റെയൊക്കെ അർത്ഥം? നീ എങ്ങോട്ടാ ഈ പെട്ടിയും കിടക്കയും എടുത്ത് പോകുന്നത്? സുമതിയുടെ ശബ്ദം ആ വലിയ ഹാളിൽ മുഴങ്ങി. നന്ദൻ വളരെ ശാന്തനായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അമ്മേ. ഈ വീട്ടിൽ എന്റെ ഭാര്യയ്ക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് പൂർണ്ണമായും മനസ്സിലായി. ദിവസവും അവളെ മാനസികമായി തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അവളെ നിർത്താൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. അപ്പൊ ഈ തടിച്ചിക്ക് വേണ്ടി നീ നിന്നെ പെറ്റുപോറ്റിയ അമ്മയെയും കൂടപ്പിറപ്പിനെയും ഉപേക്ഷിക്കുകയാണല്ലേ? സുമതി അലറി. ഇവൾ വന്ന് കരയപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഈ കുടുംബം അവൾ നശിപ്പിക്കുമെന്ന്. ഇവൾക്ക് വേണ്ടി നീ ഈ പടിയിറങ്ങിയാൽ പിന്നെ ഒരിക്കലും ഈ വീട്ടിലേക്ക് നീ കാലുകുത്തരുത്. എനിക്ക് നന്ദൻ എന്നൊരു മകനില്ലെന്ന് ഞാൻ കരുതിക്കോളാം. ആ വാക്കുകൾ അഞ്ജലിയുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ പോലെയാണ് പതിച്ചത്. അവൾ നന്ദന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. വേണ്ട നന്ദേട്ടാ, അമ്മയെ ധിക്കരിച്ച് നമ്മൾ പോകേണ്ട. ഞാൻ സഹിച്ചോളാം, എല്ലാം ഞാൻ സഹിച്ചോളാം, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷെ നന്ദൻ അവളുടെ കൈകൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ഇല്ല അഞ്ജലി, ഇനി നീ ഒന്നും സഹിക്കേണ്ടതില്ല. അവൻ സുമതിക്ക് നേരെ തിരിഞ്ഞു. അമ്മേ, ഞാൻ ആരെയും ഉപേക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും കാണാം, വിളിക്കാം. പക്ഷേ എന്റെ ഭാര്യയെ അംഗീകരിക്കാത്ത, അവളുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത ഈ വീട്ടിലേക്ക് ഇനി ഞങ്ങൾ തിരികെ വരില്ല. എന്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ഞാൻ ചെയ്യുന്നത്. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ നന്ദൻ പെട്ടികളെടുത്ത് കാറിന്റെ ഡിക്കിയിലേക്ക് വെച്ചു. കാറിന്റെ ഡോർ തുറന്ന് അഞ്ജലിയെ ഇരുത്തുമ്പോൾ അവൻ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. കാർ മുന്നോട്ടെടുക്കുമ്പോൾ സൈഡ് മിററിലൂടെ ആ വലിയ തറവാട് വീട് ദൂരേക്ക് മായുന്നത് അഞ്ജലി നോക്കി കണ്ടു. സുമതിയും രേഷ്മയും ഉമ്മർത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളുമായി വലതുകാൽ വെച്ച് കയറി ആ പടിപ്പുര കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവളുടെ ഉള്ളിൽ വലിയൊരു ഭാരമുണ്ടായിരുന്നു. എന്നാൽ ആ വീടിന്റെ ഗേറ്റ് കടന്ന് ഹൈവേയിലേക്ക് കാർ കയറിയപ്പോൾ പെട്ടെന്ന് അവളുടെ നെഞ്ചിൽ നിന്നും വലിയൊരു കല്ലെടുത്തു മാറ്റിയതുപോലെയുള്ള ഒരു ആശ്വാസം അവൾക്ക് അനുഭവപ്പെട്ടു. പുറത്തുനിന്നുള്ള ശുദ്ധവായു അവളുടെ മുഖത്തെ തഴുകി. നഗരത്തിൽ നന്ദന്റെ ഓഫീസിനടുത്തുള്ള ഒരു ചെറിയ വാടക വീട്ടിലേക്കാണ് അവർ പോയത്. ഒരുപാട് മുറികളോ വിശാലമായ ഹോളോ ഒന്നുമില്ലാത്ത ഒരു കൊച്ചു വീട്. മുറ്റത്ത് കുറച്ച് ചെടികളും ഒരു ചെറിയ മാവും ഒക്കെയുള്ള മനോഹരമായ ഒരിടം. കാർ അവിടെ നിർത്തി. നന്ദൻ വാതിലിന്റെ പൂട്ട് തുറന്നു. അവൻ അഞ്ജലിയുടെ നേരെ കൈനീട്ടി. വാ, ഇതാണ് നമ്മുടെ പുതിയ ലോകം. ഇവിടെ നിന്നെ അളക്കാൻ ആരുമില്ല, കുറ്റപ്പെടുത്താൻ ആരുമില്ല. ഇവിടെ നീയാണ് മഹാറാണി. അഞ്ജലിയുടെ ചുണ്ടുകളിൽ മാസങ്ങൾക്ക് ശേഷം ആദ്യമായി പൂർണ്ണമായ ഒരു പുഞ്ചിരി വിടർന്നു. അവൾ നന്ദന്റെ കൈപിടിച്ച് ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ചു കയറി. വീടിനുള്ളിൽ നേരിയ പൊടിപടലങ്ങൾ ഉണ്ടായിരുന്നു. യാതൊരു ആർഭാടങ്ങളുമില്ലാത്ത ആ വീട് പക്ഷെ അഞ്ജലിക്ക് ഒരു കൊട്ടാരം പോലെയാണ് തോന്നിയത്. കാരണം അവിടെ അവളെ തുറിച്ചു നോക്കുന്ന കണ്ണുകളില്ലായിരുന്നു. അവളുടെ വണ്ണത്തെ പരിഹസിക്കുന്ന നാവുകളില്ലായിരുന്നു. അവിടെ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ രണ്ടുപേരും ചേർന്ന് വീട് വൃത്തിയാക്കാൻ തുടങ്ങി. ചൂലെടുത്ത് അടിച്ചു വാരുമ്പോഴും തറ തുടക്കുമ്പോഴും അഞ്ജലി വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. നന്ദന്റെ വീടായിരുന്നെങ്കിൽ അപ്പോഴേക്കും സുമതിയുടെയും രേഷ്മയുടെയും പരിഹാസങ്ങൾ തുടങ്ങേണ്ടതാണ്. എന്നാൽ ഇവിടെ നന്ദൻ അവളുടെ അടുത്ത് വന്ന് തന്റെ കർച്ചീഫ് കൊണ്ട് അവളുടെ മുഖത്തെ വിയർപ്പൊപ്പി കൊടുക്കുകയാണ് ചെയ്തത്. ക്ഷീണിച്ചോ അഞ്ജലി? അവൻ സ്നേഹത്തോടെ ചോദിച്ചു. ഇല്ല നന്ദേട്ടാ, എനിക്കിപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. എനിക്ക് എന്നെ തന്നെ തിരികെ കിട്ടിയത് പോലെ, അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. ഉച്ചയ്ക്ക് വളരെ ലളിതമായ ഒരു ഭക്ഷണമാണ് അവർ ഉണ്ടാക്കിയത്. ചോറും പരിപ്പുകറിയും പപ്പടവും മാത്രം. എന്നാൽ അഞ്ജലിയുടെ ജീവിതത്തിൽ അവൾ കഴിച്ച ഏറ്റവും സ്വാദുള്ള ഭക്ഷണമായിരുന്നു അത്. കാരണം ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ ഉരുളേക്കും കണക്ക് പറയാൻ അവിടെ ആരുമില്ലായിരുന്നു.
വണ്ണം വെക്കുമെന്നോ കൂടുതൽ തിന്നുവെന്നോ പേടിക്കാതെ അവൾ വയറു നിറയെ ആഹാരം കഴിച്ചു. നന്ദൻ അവൾക്ക് സ്വന്തം കൈകൊണ്ട് വാരി നൽകി. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. വൈകുന്നേരം മുറ്റത്തെ മാവിൻ ചുവട്ടിലിട്ടിരുന്ന 2 പ്ലാസ്റ്റിക് കസേരകളിൽ അവർ ഇരുന്നു. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി വല്ലാത്തൊരു ശാന്തത അവിടെ ഉണ്ടായിരുന്നു. അഞ്ജലി ഉണ്ടാക്കിയ കട്ടൻ ചായ ഊതി കുടിച്ചുകൊണ്ട് നന്ദൻ അവളുടെ തോളിലൂടെ കൈയിട്ടു. ഇപ്പോൾ നിനക്ക് സമാധാനമുണ്ടോ അഞ്ജലി? അവൻ ചോദിച്ചു. ഉണ്ട് നന്ദേട്ടാ, ഒരുപാട്. എന്റെ വണ്ണത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ ആദ്യമായി ലജ്ജിക്കാതിരിക്കുന്നത് ഇന്നാണ്. ഇത്രയും നാൾ എന്റെ ശരീരം എനിക്കൊരു ഭാരമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, കുഴപ്പം എന്റെ ശരീരത്തിനല്ല, എന്നെ നോക്കുന്നവരുടെ കണ്ണുകൾക്കായിരുന്നു എന്ന്. നന്ദൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ പതുക്കെ നുള്ളി. അതെ, നീ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം. നിന്റെ ഈ ചിരിയാണ് എന്റെ ലോകം. സൂര്യൻ പതുക്കെ താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇരുട്ട് വീഴാൻ തുടങ്ങുമ്പോഴും അവരുടെ മനസ്സിൽ വല്ലാത്തൊരു പ്രകാശമായിരുന്നു. അനുഭവിച്ച മാനസിക പീഡനങ്ങളുടെ മുറിവുകൾ ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങില്ലെന്ന് രണ്ടുപേർക്കും അറിയാമായിരുന്നു. പക്ഷേ ആ മുറിവുകൾ ഉണക്കാനുള്ള മരുന്ന് തങ്ങളുടെ പുതിയ ജീവിതത്തിലുണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അസ്തമയ സൂര്യന്റെ നേരിയ വെളിച്ചത്തിൽ പുതിയൊരു നാളെയെ വരവേൽക്കാനായി ആ കൊച്ചു വീടിന്റെ മുറ്റത്ത് അവർ പരസ്പരം ചേർന്നിരുന്നു. അവരുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. യഥാർത്ഥ പ്രണയത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, അതിജീവനത്തിന്റെ അധ്യായം. പുതിയ വാടക വീട്ടിലെ ജീവിതം തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസം പിന്നിട്ടിരിക്കുന്നു. ആ കൊച്ചു വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ അഞ്ജലി സ്വന്തമായൊരു ലോകം പടുത്തുയർത്തുകയായിരുന്നു. ഭയത്തിന്റെ ഇരുൾ മൂടിയ തറവാട്ട് വീട്ടിൽ നിന്നും മാറി സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണ വെളിച്ചത്തിലേക്ക് അവൾ നടന്നു കയറിയ ദിവസങ്ങളായിരുന്നു അത്. ഓരോ പ്രഭാതവും അവൾക്ക് പുതിയൊരു തുടക്കമായിരുന്നു. അടുക്കളയിൽ പാത്രങ്ങൾ ശബ്ദമുണ്ടാക്കുമ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ ഓടി വരുമോ എന്ന ഭയം അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. രാവിലെ എഴുന്നേറ്റ് തനിക്കിഷ്ടമുള്ള പാട്ടുകൾ മൂളി പാചകം ചെയ്യുമ്പോൾ അവളുടെ ഉള്ളിലെ പഴയ അഞ്ജലി പതുക്കെ പതുക്കെ ഉണർന്നെഴുന്നേൽക്കുകയായിരുന്നു. അന്ന് ഞായറാഴ്ചയായിരുന്നു. നന്ദന് ഓഫീസിൽ അവധിയുള്ള ദിവസം. ജനൽവിരികൾ വകഞ്ഞു മാറ്റി പുറത്തേക്ക് നോക്കുമ്പോൾ തലേ ദിവസം പെയ്ത മഴയുടെ അവശേഷിപ്പുകളായി മരച്ചിലകളിൽ നിന്നും നീർത്തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. പ്രകൃതിക്ക് വല്ലാത്തൊരു പുതുമയുള്ളതുപോലെ അഞ്ജലിക്ക് തോന്നി. ചൂടുള്ള 2 കപ്പ് കാപ്പിയുമായി അവൾ സ്വീകരണ മുറിയിലേക്ക് നടന്നു. പത്രം വായിച്ചുകൊണ്ടിരുന്ന നന്ദൻ തലയുയർത്തി അവളെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. ആ ചിരിയിലുണ്ടായിരുന്നു അവളുടെ ലോകത്തെ എല്ലാ സമാധാനവും. എന്താണോ, എന്റെ പെണ്ണ് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ, മുഖത്തൊരു പ്രത്യേക തിളക്കമൊക്കെ ഉണ്ടല്ലോ. കാപ്പിക്കപ്പ് വാങ്ങിക്കൊണ്ട് നന്ദൻ ചോദിച്ചു. അഞ്ജലി അവന്റെ അരികിലായി ഇരുന്നു. അതേ നന്ദേട്ടാ, എനിക്കിപ്പോൾ വല്ലാത്തൊരു സമാധാനമുണ്ട്. ആ വലിയ വീട്ടിലെ ശ്വാസം മുട്ടലിൽ നിന്നും രക്ഷപ്പെട്ടത് എന്റെ പുനർജന്മം പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്നെ തന്നെ തിരികെ കിട്ടിയതുപോലെ. നന്ദൻ അവളുടെ കൈകളിൽ മെല്ലെ തലോടി. ഇതായിരുന്നു എന്റെ ലക്ഷ്യം അഞ്ജലി. നീ സന്തോഷമായിരിക്കണം. നിന്റെ ചുണ്ടുകളിലെ ഈ ചിരി മായാതെ നോക്കുക എന്നത് മാത്രമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ നിനക്ക് സന്തോഷിക്കാൻ ഞാനൊരു ചെറിയ സർപ്രൈസ് കൂടി കരുതിയിട്ടുണ്ട് കേട്ടോ. അവൻ എഴുന്നേറ്റ് മുറിയിൽ പോയി മനോഹരമായി പൊതിഞ്ഞ ഒരു ചെറിയ പാക്കറ്റുമായി തിരികെ വന്നു. അത് അവളുടെ കൈകളിൽ വെച്ചു കൊടുത്തു. അത്ഭുതത്തോടെ അവൾ ആ പൊതി അഴിച്ചു നോക്കി. മനോഹരമായ തുകൽച്ചട്ടയുള്ള ഒരു വലിയ ഡയറിയും ഒരു പേനയുമായിരുന്നു അത്. കോളേജ് കാലത്ത് കവിതകളും കഥകളും എഴുതാൻ ഏറെ താല്പര്യമുണ്ടായിരുന്ന അഞ്ജലിയുടെ ആ പഴയ ശീലം വിവാഹത്തോടെയും തുടർന്നുള്ള പ്രശ്നങ്ങളിലൂടെയും പൂർണ്ണമായും ഇല്ലാതായിരുന്നു. നിന്റെ അക്ഷരങ്ങൾ ഈ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകാൻ പാടില്ല അഞ്ജലി. നീ എഴുതണം. നിന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഈ താളുകളിൽ നീ പകർത്തി വെക്കണം, നന്ദൻ സ്നേഹത്തോടെ പറഞ്ഞു. ആ ഡയറി നെഞ്ചോടി ചേർക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തന്റെ ഓരോ ചെറിയ ഇഷ്ടങ്ങളും ഈ മനുഷ്യൻ എത്രത്തോളം ശ്രദ്ധയോടെയാണ് കാത്തു സൂക്ഷിക്കുന്നത് എന്ന് ഓർത്തപ്പോൾ അവൾക്ക് അവനോടുള്ള പ്രണയം ഒന്നുകൂടി തീവ്രമായി. അവളുടെ വണ്ണത്തെ ചൊല്ലി പരിഹസിച്ച ഒരു സമൂഹത്തിന് മുന്നിൽ അവളുടെ ആത്മാവിനെ പ്രണയിച്ച നന്ദൻ ഒരു വലിയ അത്ഭുതം തന്നെയായിരുന്നു. വൈകുന്നേരം അവർ നഗരത്തിലെ വലിയൊരു മാളിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം ആദ്യമായാണ് അവർ പുറത്തേക്ക് പോകുന്നത്. നന്ദൻ അന്ന് നൽകിയ ആ കടുന്നീല നിറത്തിലുള്ള ചുരിദാറാണ് അഞ്ജലി ധരിച്ചത്. കണ്ണാടിക്ക് മുന്നിൽ നിന്നപ്പോൾ അവൾക്ക് ആദ്യമായി സ്വന്തം രൂപത്തോട് വെറുപ്പ് തോന്നിയില്ല. തന്റെ അമിതവണ്ണത്തെ ഒരു കുറവായി കാണാതെ അതിനെ സ്നേഹിക്കാൻ അവൾ പഠിച്ചു തുടങ്ങിയിരുന്നു. നന്ദന്റെ സ്നേഹം അവൾക്ക് നൽകിയിരുന്ന ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. മാളിലെ തിരക്കിലൂടെ അവർ കൈകൾ കോർത്തു പിടിച്ചു നടന്നു. ആളുകൾ പലരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. സുമുഖനായ നന്ദന്റെ കൈപിടിച്ച് നടക്കുന്ന തടിയുള്ള തന്നെ നോക്കി ആളുകൾ അടക്കം പറയുന്നുണ്ടോ എന്ന് ആദ്യമൊക്കെ അവൾ ഭയന്നിരുന്നു. മുൻപായിരുന്നെങ്കിൽ അവൾ തലതാഴ്ത്തി നടക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അവൾ തലയുയർത്തി പിടിച്ച് തന്നെ നടന്നു. താൻ ആരുടെയും ഔദാര്യത്തിലല്ല ജീവിക്കുന്നത് എന്ന തിരിച്ചറിവ് അവളിൽ ഒരു പുതിയ കരുത്ത് നൽകിയിരുന്നു. പെട്ടെന്നാണ് തിരക്കിനിടയിൽ നിന്നും നന്ദന്റെ പഴയൊരു സുഹൃത്ത് വിവേക് അവരുടെ അടുത്തേക്ക് വന്നത്. വിവാഹത്തിന് വരാൻ കഴിയാതിരുന്ന വിവേക് അഞ്ജലിയെ ആദ്യമായി നേരിൽ കാണുകയാണ്. പരസ്പരം കുശലാന്വേഷണം നടത്തിയ ശേഷം വിവേകിന്റെ നോട്ടം അഞ്ജലിയിലേക്ക് നീണ്ടു. അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ചെറിയൊരു പുച്ഛവും അത്ഭുതവും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്ന് അഞ്ജലിക്ക് വ്യക്തമായി മനസ്സിലായി. ഇതാണ് അഞ്ജലി, എന്റെ ഭാര്യ. നന്ദൻ അഭിമാനത്തോടെ അവളെ പരിചയപ്പെടുത്തി. ഓഹോ, ഫോട്ടോ കണ്ടിരുന്നു, പക്ഷെ നേരിൽ കണ്ടപ്പോൾ ഒന്നുമില്ല. എങ്ങനെയുണ്ട് കുടുംബജീവിതമൊക്കെ? വിവേക് ഒരു വല്ലാത്ത ചിരിയോടെ ചോദിച്ചു. ആ ചോദ്യത്തിൽ ഒളിഞ്ഞിരുന്ന പരിഹാസം നന്ദനും അഞ്ജലിക്കും എളുപ്പത്തിൽ മനസ്സിലായി.
നന്ദന്റെ മുഖം പെട്ടെന്ന് ഗൗരവത്തിലായി. അവൻ എന്തോ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് അഞ്ജലി ഇടപെട്ടു. കുടുംബജീവിതം വളരെ ഗംഭീരമായി പോകുന്നു വിവേക്. കാഴ്ചകളിലെ ചേർച്ചകളെക്കാൾ മനസ്സുകളുടെ ചേർച്ചയാണ് വലുതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. പിന്നെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരാൾ കൂടെയുള്ളപ്പോൾ ബാക്കിയുള്ളവരുടെ നോട്ടങ്ങളോ ചിന്തകളോ ഞങ്ങളെ ബാധിക്കാറില്ല. തികഞ്ഞ ശാന്തതയോടെയും എന്നാൽ ഉറച്ച ശബ്ദത്തിലുമാണ് അഞ്ജലി അത് പറഞ്ഞത്. അവളുടെ മറുപടിയിൽ വിവേക് ശരിക്കും ഞെട്ടിപ്പോയി. അവൻ പ്രതീക്ഷിച്ച ഒരു പ്രതികരണമായിരുന്നില്ല അത്. അവന്റെ മുഖത്തെ പരിഹാസം മാറി അവിടെ ജാളിത നിറഞ്ഞു. അവൻ വേഗം സംസാരം അവസാനിപ്പിച്ച് അവിടെ നിന്ന് തടിയൂരി. വിവേക് പോയതിനു ശേഷം നന്ദൻ അഞ്ജലിയെ നോക്കി അഭിമാനത്തോടെ ചിരിച്ചു. എന്റെ പെണ്ണ് ഒരുപാട് മാറിയിരിക്കുന്നു. ഇതാണ് എനിക്ക് വേണ്ടത്. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്ക് മുന്നിൽ തലകുനിക്കുന്ന പഴയ അഞ്ജലിയെ എനിക്ക് വേണ്ട. നിന്റെ ആത്മവിശ്വാസമാണ് നിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. മാളിലെ ലൈറ്റുകളുടെ വെളിച്ചത്തിൽ അഞ്ജലിയുടെ മുഖം കൂടുതൽ ശോഭയുള്ളതായി മാറി. ആ സംഭവം അവളിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയത്. തന്നെ പരിഹസിക്കുന്നവർക്ക് മുന്നിൽ കരഞ്ഞു മാറി നിൽക്കാതെ അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാനുള്ള ധൈര്യം അവൾക്ക് കൈവന്നിരിക്കുന്നു. നന്ദൻ വാങ്ങിക്കൊടുത്ത ഡയറിയുടെ ആദ്യത്തെ പേജ് അവൾ തുറന്നു. നീലമഷിയുള്ള പേന കൊണ്ട് അവൾ അതിൽ ഇങ്ങനെ കുറിച്ചു: എന്നെ അളക്കുന്നവർക്ക് എന്റെ ശരീരത്തിന്റെ അതിരുകൾ മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ ആത്മാവിന്റെ ആഴങ്ങൾ കണ്ടറിഞ്ഞിരിക്കുന്നു. ഇനി ഒരു കണ്ണുനീർ തുള്ളി പോലും ഈ ശരീരത്തിന്റെ പേരിൽ ഞാൻ പൊഴിക്കില്ല. കാരണം ഞാനായിരിക്കുന്നതിലാണ് എന്റെ പൂർണ്ണത. ജനലരികിലൂടെ വന്ന ഇളങ്കാറ്റ് ആ ഡയറിയിലെ താളുകളെ പതുക്കെ തലോടി. തങ്ങളുടെ ജീവിതം പുതിയൊരു ദിശയിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് അഞ്ജലിക്ക് ഉറപ്പായിരുന്നു. ആ ആത്മവിശ്വാസത്തിന്റെ ചിറകിലേറി തനിക്ക് ഇനിയും ഒരുപാട് ദൂരം പറക്കാൻ കഴിയുമെന്ന് അവൾ സ്വപ്നം കണ്ടു തുടങ്ങി. സങ്കടങ്ങളുടെ പർവ്വതം താണ്ടി വിജയത്തിന്റെ പുത്തൻ തീരങ്ങളിലേക്ക് അവർ അടുക്കുകയായിരുന്നു. പുതിയ സ്വപ്നങ്ങളുമായി പുതിയ പ്രതീക്ഷകളുമായി ആ രാത്രി അവരെ മെല്ലെ ഉറക്കത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാലം അതിന്റെ അദൃശ്യമായ രഥത്തിലേറി അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. ആ കൊച്ചു വാടക വീട്ടിലേക്ക് നന്ദനും അഞ്ജലിയും താമസം മാറിയിട്ട് ഇപ്പോൾ 6 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 6 മാസങ്ങൾ എന്നത് കേവലം കലണ്ടറിലെ താളുകൾ മാത്രമായിരുന്നില്ല. അഞ്ജലിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിവർത്തനത്തിന്റെ കാലം കൂടിയായിരുന്നു അത്. മുറ്റത്തെ മാവിൻ കൊമ്പിൽ പുതിയ തളിരിലകൾ വിരിഞ്ഞതുപോലെ അവളുടെ മനസ്സിലും പുതിയ പ്രതീക്ഷകൾ തളിർത്തു തുടങ്ങിയിരുന്നു. നന്ദൻ സമ്മാനിച്ച ആ ഡയറിയിലെ താളുകൾ അവളുടെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും കൂട്ടായി മാറി. അവളുടെ സങ്കടങ്ങളും അതിജീവനത്തിന്റെ വഴികളും അക്ഷരങ്ങളായി അതിൽ നിറഞ്ഞു. നന്ദന്റെ നിരന്തരമായ പ്രോത്സാഹനത്തെ തുടർന്ന് അഞ്ജലി തന്റെ എഴുത്തുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. നന്ദാഞ്ജലി എന്ന പേരിൽ അവൾ ഒരു ബ്ലോഗ് ആരംഭിച്ചു. ശരീരത്തിന്റെ അളവുകോലുകൾ വെച്ച് മനുഷ്യരെ വിലയിരുത്തുന്ന സമൂഹത്തിന്റെ പൊള്ളത്തരങ്ങളെ കുറിച്ച് അവൾ എഴുതി. അമിതവണ്ണത്തിന്റെ പേരിൽ താൻ അനുഭവിച്ച വേദനകളും അതിൽ നിന്നും താൻ കുതറിയോടിയ വഴികളും വളരെ സത്യസന്ധമായി അവൾ ആ ബ്ലോഗിലൂടെ പങ്കുവെച്ചു. അവളുടെ ഓരോ വാക്കുകളിലും ജീവനുണ്ടായിരുന്നു. ആത്മാർത്ഥതയുള്ള ആ എഴുത്തുകൾ വളരെ വേഗം തന്നെ വായനക്കാരുടെ ഹൃദയം കീഴടക്കി. തന്നെ പോലെ സമൂഹത്തിന്റെ കുത്തുവാക്കുകൾ കേട്ട് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ നിരവധി സ്ത്രീകൾ അവൾക്ക് മെസ്സേജുകൾ അയച്ചു തുടങ്ങി. അഞ്ജലിയുടെ വാക്കുകൾ അവർക്കൊരു വലിയ ആശ്വാസവും പ്രചോദനവുമായി മാറുകയായിരുന്നു. ഒരു മഴയുള്ള വൈകുന്നേരം, പുറത്ത് ചാറ്റൽ മഴ പെയ്യുകയാണ്. ജനലരികിലിരുന്ന് മഴ ആസ്വദിക്കുകയായിരുന്ന അഞ്ജലിയുടെ അടുത്തേക്ക് നന്ദൻ വന്നത് ഒരു വലിയ പുഞ്ചിരിയോടെയാണ്. അവന്റെ കയ്യിൽ പ്രശസ്തമായ ഒരു വനിതാ മാഗസിന്റെ പുതിയ പതിപ്പുണ്ടായിരുന്നു. അവനത് അവളുടെ നേരെ നീട്ടി. അത്ഭുതത്തോടെ അവൾ ആ മാഗസിൻ തുറന്നു. അതിലെ പ്രധാന പേജുകളിൽ ഒന്നിൽ അവളുടെ വലിയൊരു ലേഖനം അച്ചടിച്ചു വന്നിരിക്കുന്നു. സൗന്ദര്യത്തിന്റെ പുതിയ നിർവചനങ്ങൾ എന്ന തലക്കെട്ടിൽ അവൾ ബ്ലോഗിൽ എഴുതിയ ലേഖനം ആ മാഗസിൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അവളുടെ പേരും അതിനൊപ്പം നൽകിയിട്ടുണ്ട്. സന്തോഷം കൊണ്ട് അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ താളുകളിൽ തലോടി. ഞാൻ പറഞ്ഞില്ലേ അഞ്ജലി, നിനക്ക് പറക്കാൻ വലിയൊരു ആകാശം കാത്തിരിപ്പുണ്ടെന്ന്. നന്ദൻ അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ഇതാണ് നിന്റെ യഥാർത്ഥ സൗന്ദര്യം. നിന്റെ അക്ഷരങ്ങളിലൂടെ നീ എത്രയോ പേർക്കാണ് ഇപ്പോൾ വെളിച്ചമാകുന്നത് അഞ്ജലി. നിന്നെ ഓർത്ത് എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു. അഞ്ജലി അവനെ കെട്ടിപ്പിടിച്ചു. ഈ അക്ഷരങ്ങൾക്കും ഈ സന്തോഷത്തിനും കാരണം നന്ദേട്ടനാണ്. നന്ദേട്ടൻ എന്റെ കൈ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആ വലിയ വീട്ടിലെ ഇരുട്ടിൽ എന്നോ ഇല്ലാതായി പോയേനെ. അവരുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങളെ മുറിച്ചുകൊണ്ട് പെട്ടെന്നാണ് നന്ദന്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. ഫോൺ സ്ക്രീനിൽ നോക്കിയ നന്ദന്റെ മുഖത്തെ ചിരി മാഞ്ഞു. അവന്റെ അമ്മാവനായിരുന്നു വിളിക്കുന്നത്. വീട് വിട്ടിറങ്ങിയതിനു ശേഷം നന്ദൻ ആരുമായും അധികം ബന്ധം പുലർത്തിയിരുന്നില്ല. വല്ലപ്പോഴും അമ്മയെ ഫോണിൽ വിളിക്കുമെങ്കിലും അവർ ഫോൺ എടുക്കാറില്ലായിരുന്നു. സംശയത്തോടെയാണെങ്കിലും അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. മറുവശത്തു നിന്നും കേട്ട വാർത്ത നന്ദനെ വല്ലാതെ ഞെട്ടിച്ചു. ഫോൺ വെച്ചതിന് ശേഷം അവൻ അവിടെ തന്നെ ഒരു കസേരയിലേക്ക് തളർന്നിരുന്നു. അവന്റെ മുഖത്തെ ഭാവമാറ്റം കണ്ട് അഞ്ജലിക്ക് പരിഭ്രമമായി. എന്തു പറ്റി നന്ദേട്ടാ? അമ്മാവൻ എന്താ പറഞ്ഞത്? അമ്മയ്ക്ക് വല്ല അസുഖവുമാണോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. നന്ദൻ ഒരു നെടുവീർപ്പോടെ അവളെ നോക്കി. രേഷ്മയുടെ കല്യാണം മുടങ്ങി അഞ്ജലി. എന്ത്? അഞ്ജലിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചുനാൾ മുമ്പ് രേഷ്മയുടെ വിവാഹം ഉറപ്പിച്ച വാർത്ത നന്ദൻ എങ്ങനെയോ അറിഞ്ഞിരുന്നു. വലിയൊരു ബിസിനസ് കുടുംബത്തിലെ പയ്യനുമായാണ് വിവാഹം നിശ്ചയിച്ചിരുന്നത്. പണത്തിനും പ്രതാപത്തിനും വലിയ വില കൽപ്പിക്കുന്ന സുമതിക്ക് ആ ബന്ധത്തിൽ വലിയ സന്തോഷമായിരുന്നെന്നും അറിഞ്ഞിരുന്നു. എങ്ങനെ മുടങ്ങി? എന്താ പ്രശ്നം? അഞ്ജലി ചോദിച്ചു. പ്രശ്നം നമ്മുടെ ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെയാണ്, നന്ദൻ നിരാശയോടെ പറഞ്ഞു. നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ആ പയ്യന്റെ വീട്ടുകാർക്ക് കൂടുതൽ ഡിമാൻഡുകളായി. അതൊക്കെ അമ്മ സമ്മതിച്ചു. പക്ഷെ കഴിഞ്ഞ ദിവസം അവർ ഒരു ഡിമാൻഡ് കൂടി വെച്ചു.
രേഷ്മയ്ക്ക് നിറം കുറവാണത്രേ. ആ പയ്യന്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു ചേർച്ചയില്ലെന്ന്. അതുകൊണ്ട് വിവാഹത്തിന് മുൻപ് ലക്ഷങ്ങൾ ചിലവാക്കി എന്തൊക്കെയോ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് നിറം വെപ്പിക്കണമെന്ന് അവർ നിർബന്ധം പിടിക്കുന്നു. സ്വന്തം മകളെ ഒരു സാധനം പോലെ അവർ വിലപേശുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മ അത് എതിർത്തു. അതോടെ അവർ ആ കല്യാണത്തിൽ നിന്നും പിന്മാറി. ഇതിന്റെയൊക്കെ വലിയൊരു വിഷമത്തിൽ അമ്മ ഇപ്പോൾ ആശുപത്രിയിലാണ്. ആ വാക്കുകൾ കേട്ട് അഞ്ജലി ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. തന്നെ തന്റെ ശരീരത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അപമാനിച്ചത് സുമതിയും രേഷ്മയുമാണ്. തന്റെ വണ്ണമായിരുന്നു അവർക്ക് പ്രശ്നമെങ്കിൽ ഇന്ന് മറ്റൊരു കുടുംബത്തിൽ രേഷ്മയുടെ നിറമാണ് പ്രശ്നമായിരിക്കുന്നത്. ബാഹ്യ സൗന്ദര്യത്തിൽ മാത്രം അഭിരമിക്കുന്ന ഒരു സമൂഹത്തിന്റെ പൊള്ളത്തരങ്ങൾ ഇന്ന് സ്വന്തം അനുഭവത്തിലൂടെ സുമതിയും രേഷ്മയും തിരിച്ചറിയുകയാണ്. അന്ന് താൻ അനുഭവിച്ച അതേ വേദനയും അപമാനവും ഇന്ന് രേഷ്മയും അനുഭവിക്കുന്നുണ്ടാകുമെന്ന് ഓർത്തപ്പോൾ അഞ്ജലിയുടെ ഹൃദയത്തിൽ ഒരു നേരിയ നോവ് പടർന്നു. അവർക്കിത് വരണം അഞ്ജലി, നന്ദൻ ദേഷ്യത്തോടെ പറഞ്ഞു. നിന്നെ അവർ അത്രമാത്രം പരിഹസിച്ചിരുന്നു. അവർക്കുള്ള ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇതെല്ലാം അറിഞ്ഞുവെന്ന് കരുതി അങ്ങോട്ട് പോകാനൊന്നും നിൽക്കേണ്ട. അവർ അത് അർഹിക്കുന്നുണ്ട്. എന്നാൽ അഞ്ജലി നന്ദന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കൈകൾ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകളിൽ ദേഷ്യമോ പ്രതികാരമോ ഉണ്ടായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു കരുണയായിരുന്നു. വേണ്ട നന്ദേട്ടാ, നമ്മൾ അങ്ങനെ പറയരുത്, അവൾ ശാന്തമായി പറഞ്ഞു. അവർ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. പക്ഷെ ഒരു പെൺകുട്ടി എന്ന നിലയിൽ രേഷ്മ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വന്തം ശരീരത്തിന്റെ പേരിൽ അപമാനിക്കപ്പെടുക എന്നത് എത്രത്തോളം ഭയാനകമാണെന്നത് എന്നേക്കാൾ നന്നായി ആർക്കറിയാം. നമ്മൾ അവരെ പോലെ ആകാൻ പാടില്ല നന്ദേട്ടാ. അമ്മ ഇപ്പോൾ ആശുപത്രിയിലല്ലേ, അവർക്ക് നമ്മളെ ആവശ്യമുണ്ട്. നമുക്ക് അവരെ പോയി കാണണം. നന്ദൻ അത്ഭുതത്തോടെ അഞ്ജലിയെ നോക്കി. തന്നെ ഇത്രത്തോളം ദ്രോഹിച്ചവരോട് പോലും ക്ഷമിക്കാൻ കഴിയുന്ന അവളുടെ മനസ്സിന്റെ വലിപ്പം അവനെ അത്ഭുതപ്പെടുത്തി. അവളുടെ അക്ഷരങ്ങളിൽ മാത്രമല്ല, അവളുടെ ഹൃദയത്തിലും സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ മെല്ലെ തലകുലുക്കി. പുറത്ത് മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. കാർമേഘങ്ങൾ മാറി ആകാശം തെളിയാൻ തുടങ്ങുന്നത് പോലെ ചില തിരിച്ചറിവുകളുടെയും ഒത്തുചേരലുകളുടെയും പുതിയൊരു പ്രഭാതം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നഗരത്തിലെ തിരക്കേറിയ നിരത്തുകളിലൂടെ കാർ മുന്നോട്ട് കുതിക്കുമ്പോൾ അതിനുള്ളിൽ ഒരു നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. പെയ്തു തോർന്ന മഴയുടെ അവശേഷിപ്പുകളായി കാറിന്റെ ചിലുകളിൽ വീണുകിടന്ന വെള്ളത്തുള്ളികളെ വൈപ്പർ തുടച്ചു മാറ്റിക്കൊണ്ടിരുന്നു. നന്ദന്റെ മുഖത്ത് ഇപ്പോഴും ഒരു ദേഷ്യത്തിന് നിഴൽ അവശേഷിച്ചിരിക്കുകയാണ്. തന്നെയും തന്റെ ഭാര്യയെയും അപമാനിച്ചിറക്കി വിട്ടവരിലേക്ക് തിരികെ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് അവനിൽ പ്രകടമായിരുന്നു. എന്നാൽ അഞ്ജലിയുടെ മുഖത്ത് തികഞ്ഞ ശാന്തതയായിരുന്നു. പ്രതികാരമോ വിദ്വേഷമോ അല്ല, മറിച്ച് വേദനിക്കുന്ന ഒരു പെൺകുട്ടിയോടും അമ്മയോടുമുള്ള സഹതാപം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ബാഹ്യ സൗന്ദര്യത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നതിന്റെ നോവ് എന്താണെന്ന് പൂർണ്ണമായും അനുഭവിച്ചറിഞ്ഞവളാണല്ലോ അവൾ. ആശുപത്രിയുടെ നീണ്ട ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ മരുന്നുകളുടെ രൂക്ഷഗന്ധം അഞ്ജലിക്ക് നേരിയ അസ്വസ്ഥത ഉണ്ടാക്കി. ഐസിയുവിന് പുറത്തുള്ള വെയിറ്റിംഗ് റൂമിൽ നന്ദന്റെ അമ്മാവൻ തലകുനിച്ചിരിക്കുകയാണ്. നന്ദനെയും അഞ്ജലിയെയും കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു ജാള്യത നിറഞ്ഞു. മുൻപൊരു ദിവസം സ്വന്തം വീട്ടിൽ വെച്ച് അഞ്ജലിയെ പരിഹസിച്ച അതേ അമ്മാവനാണ് ഇന്ന് സ്വന്തം സഹോദരിയുടെ മകളുടെ നിറത്തിന്റെ പേരിൽ മറ്റൊരു കുടുംബം അവരെ അപമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അമ്മാവ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? നന്ദൻ ചോദിച്ചു. പെട്ടെന്നുള്ള സങ്കടത്തിൽ പ്രഷർ കൂടിയതാണ് നന്ദ. ഇപ്പോൾ കുഴപ്പമില്ല, റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. രേഷ്മ കൂടെയുണ്ട്, അദ്ദേഹം മടിച്ചു പറഞ്ഞു. ആ വാക്കുകളിൽ മുൻപുണ്ടായിരുന്ന അഹങ്കാരം ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ സുമതിയെ കിടത്തിയിരുന്ന മുറിയിലേക്ക് നടന്നു. പാതി ചാരിയ വാതിൽ പതുക്കെ തള്ളി തുറന്ന് നന്ദൻ അകത്തേക്ക് കയറി. പിന്നാലെ അഞ്ജലിയും. മുറിക്കുള്ളിലെ കാഴ്ച അഞ്ജലിയുടെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചു കുലുക്കി. എപ്പോഴും അധികാരഭാവത്തോടെ പ്രതാപത്തോടെ നിന്നിരുന്ന സുമതി തീർത്തും അവശയായി ആ കിടക്കയിൽ കിടക്കുന്നു. അവരുടെ മുഖത്തെ പഴയ ഗർവൊക്കെ എങ്ങോട്ടോ മാഞ്ഞു പോയിരിക്കുന്നു. കിടക്കക്കരികിലായി തലകുനിച്ച് മുഖം പൊത്തി കരയുന്ന രേഷ്മ. തങ്ങൾ വരുമ്പോൾ ഈ മുറിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതികരണങ്ങളെക്കുറിച്ച് അഞ്ജലിക്ക് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. കാലൊച്ച കേട്ട് രേഷ്മ തലയുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന നന്ദനെയും അഞ്ജലിയെയും കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. ഒരു നിമിഷത്തെ സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിവന്ന് അഞ്ജലിയെ കെട്ടിപ്പിടിച്ചു. ആ വലിയ മുറിയിൽ രേഷ്മയുടെ സങ്കടം ഒരു അലമുറ പോലെ മുഴങ്ങി. എന്നോട് ക്ഷമിക്കണം ഏട്ടത്തി, എന്നോട് ക്ഷമിക്കണം. അവൾ അഞ്ജലിയുടെ തോളിൽ മുഖമമർത്തി വിതുമ്പി. ഞാൻ ഏട്ടത്തിയെ ഒരുപാട് ഉപദ്രവിച്ചു, ഏട്ടത്തിയുടെ വണ്ണത്തെ കളിയാക്കി. പക്ഷെ എന്റെ നിറം കുറഞ്ഞുപോയി എന്ന കാരണം പറഞ്ഞ് അവർ എന്നെ ഒഴിവാക്കിയപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഏട്ടത്തി അന്ന് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകുമെന്ന്. എന്നോട് പൊറുക്കണം ഏട്ടത്തി. രേഷ്മയുടെ വാക്കുകൾ കേട്ട് അഞ്ജലിയുടെ കണ്ണുകളും നിറഞ്ഞു. അവൾ രേഷ്മയുടെ മുതുകിൽ മെല്ലെ തലോടി. കരയാതിരിക്കും രേഷ്മേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതൊന്നും ഇപ്പോൾ ആലോചിച്ച് വിഷമിക്കേണ്ട. ശബ്ദം കേട്ട് സുമതി മെല്ലെ കണ്ണുകൾ തുറന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന മകനെയും മരുമകളെയും കണ്ടപ്പോൾ അവരുടെ ചുണ്ടുകൾ വിറച്ചു. താൻ അപമാനിച്ചിറക്കി വിട്ടവരാണ് തന്റെ ഏറ്റവും വലിയ വീഴ്ചയുടെ സമയത്ത് ഓടിയെത്തിയിരിക്കുന്നത് എന്ന തിരിച്ചറിവ് അവരെ വല്ലാതെ നീറ്റുന്നുണ്ടായിരുന്നു. നന്ദ, അഞ്ജലി. സുമതിയുടെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. അവർ കൈകൾ നീട്ടി. നന്ദൻ അല്പം അടിച്ചു നിന്നെങ്കിലും അഞ്ജലി വേഗം ചെന്ന് ആ കൈകൾ പിടിച്ചു. അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അമ്മയ്ക്ക് ഞങ്ങളില്ലേ? അഞ്ജലി സ്നേഹത്തോടെ പറഞ്ഞു. സുമതിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി അഞ്ജലിയുടെ കൈകളിൽ വീണു. എന്റെ കണ്ണ് തുറപ്പിച്ചത് ഈശ്വരനാ മോളെ. സ്വർണം എന്ന് കരുതി ഞാൻ കൂടെ കൂട്ടാൻ നോക്കിയവരൊക്കെ വെറും ചെമ്പായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്റെ മോളുടെ മനസ്സിന്റെ നന്മയോ അവളുടെ വിദ്യാഭ്യാസത്തിനോ അവർ വില കൽപ്പിച്ചില്ല.
കുറച്ചു നിറം കുറഞ്ഞുവെന്ന് പറഞ്ഞ് അവളെ ഒരു കച്ചവട ചരക്കിനെ പോലെയാണ് അവർ കണ്ടത്. ഇതൊക്കെ എന്റെ കർമ്മഫലമാണ്. നിന്നെ ഞാൻ അകാരണമായി ഒരുപാട് ദ്രോഹിച്ചില്ലേ മോളെ? നിന്റെ ഈ ശരീരത്തെക്കുറിച്ച് ഞാൻ ഈ നാവ് കൊണ്ട് എന്തൊക്കെ കുത്തുവാക്കുകളാണ് പറഞ്ഞത്. അതിനുള്ള ശിക്ഷയാണ് എനിക്കിപ്പോൾ കിട്ടിയത്. എന്നോട് നീ പൊറുക്കണം മോളെ. സുമതി രണ്ട് കൈകളും കുപ്പി അഞ്ജലിയോട് മാപ്പപേക്ഷിച്ചപ്പോൾ അഞ്ജലി വേഗം ആ കൈകൾ പിടിച്ചു താഴ്ത്തി. അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ. അമ്മ എനിക്ക് ഏറ്റവും സ്വന്തം അമ്മയെ പോലെയാണ്. അവിടെ ദേഷ്യവും പിണക്കവും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് അറിയില്ല. രേഷ്മയ്ക്ക് ആ കല്യാണം നടക്കാതിരുന്നത് നന്നായി എന്ന് വേണം കരുതാൻ. പെൺകുട്ടികളെ വെറുമൊരു ശരീരമായി മാത്രം കാണുന്ന ആ വീട്ടിലേക്ക് അവളെ അയക്കാതിരുന്നത് ഈശ്വരൻ അവളെ കാത്തതാണെന്ന് കരുതിയാൽ മതി. രേഷ്മയെ മനസ്സിലാക്കുന്ന, അവളെ അവളായി അംഗീകരിക്കുന്ന ഒരാൾ ഉറപ്പായും വരും. അതുവരെ രേഷ്മ ഇങ്ങനെ തളർന്നിരിക്കരുത്. അഞ്ജലിയുടെ വാക്കുകളിലെ പക്വതയും നന്മയും നന്ദനെ അത്ഭുതപ്പെടുത്തി. തന്നെ മാനസികമായി പീഡിപ്പിച്ചവരോട് ഒരു തരിമ്പ് പോലും വിദ്വേഷം കാണിക്കാതെ അവരെ ചേർത്ത് പിടിക്കുന്ന അഞ്ജലി അവന്റെ മുൻപിൽ ഒരു ദേവതയെ പോലെയാണ് തോന്നിയത്. അവൻ സുമതിയുടെ അരികിലേക്ക് വന്ന് അവരുടെ തലയിൽ തലോടി. അമ്മ വിഷമിക്കാതിരിക്കെ, അഞ്ജലി പറഞ്ഞതാണ് ശരി. ആ ബന്ധം വേണ്ടെന്ന് വെച്ചത് നമ്മുടെ നല്ലതിനാണ്. അമ്മ പെട്ടെന്ന് സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് വാ, എല്ലാം നമുക്ക് ശരിയാക്കാം, നന്ദൻ പറഞ്ഞു. സുമതിയും രേഷ്മയും അഞ്ജലിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അന്ന് അപകർഷതാബോധം കൊണ്ട് തലതാഴ്ത്തി നിന്നിരുന്ന ആ പെൺകുട്ടി ഇന്ന് എത്രത്തോളം മാറിയിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ആത്മവിശ്വാസത്തിന്റെ തിളക്കമുണ്ട്. മാഗസിനിൽ അടിച്ചു വന്ന അവളുടെ ലേഖനം അമ്മാവൻ വഴിയായി സുമതിയും രേഷ്മയും വായിച്ചിരുന്നു. അന്ന് അവർ കളിയാക്കിയവൾ ഇന്ന് അക്ഷരങ്ങളിലൂടെ ലോകത്തിന് മുന്നിൽ ഒരു വലിയ വെളിച്ചമായി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അന്ന് ആ ആശുപത്രി മുറിയിൽ വെച്ച് ഇല്ലാതായത് വലിയൊരു തെറ്റിദ്ധാരണയുടെയും മിഥ്യാഭിമാനത്തിന്റെയും മതിലുകളായിരുന്നു. മനുഷ്യന്റെ സൗന്ദര്യം എന്നത് അവരുടെ ശരീരത്തിന്റെ നിറത്തിലോ വണ്ണത്തിലോ അല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ നന്മയിലും കരുണയിലുമാണെന്ന് സുമതിയും രേഷ്മയും പൂർണ്ണമായും തിരിച്ചറിഞ്ഞു. കഴിഞ്ഞുപോയ ഇരുണ്ട ദിനങ്ങളെ ഓർത്ത് അവർ അഞ്ജലിയോട് ഹൃദയം തുറന്ന് മാപ്പ് ചോദിച്ചു. ആ മാപ്പപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അഞ്ജലി അവരെ തന്നോട് ചേർത്ത് പിടിച്ചു. തങ്ങളുടെ കുടുംബം വീണ്ടും ഒന്നാകുകയാണെന്ന സത്യം നന്ദന്റെ കണ്ണുകളെയും ഈറനണിയിച്ചു. ആശുപത്രിയിലെ ആ വൈകാരികമായ ഒത്തുചേരലിന് ശേഷം കാലം അതിന്റെ മുറിവുണക്കുന്ന സ്പർശവുമായി കുറെ കൂടി മുന്നോട്ട് സഞ്ചരിച്ചു. ആ വലിയ തറവാട്ട് വീട്ടിൽ ഇപ്പോൾ മുൻപുണ്ടായിരുന്ന ആ ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയോ ഭയമോ ഇല്ലായിരുന്നു. മറിച്ച് അവിടെ ഇപ്പോൾ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പുതിയൊരു വസന്തം പൂത്തു നിൽക്കുകയാണ്. സുമതിയുടെയും രേഷ്മയുടെയും സ്നേഹപൂർണമായ നിർബന്ധപ്രകാരം നന്ദനും അഞ്ജലിയും തങ്ങളുടെ കൊച്ചു വാടക വീട് ഉപേക്ഷിച്ച് തറവാട്ട് വീട്ടിലേക്ക് തന്നെ തിരികെ വന്നു. ഈ മടങ്ങി വരവ് പക്ഷെ പഴയ അഞ്ജലിയുടേതായിരുന്നില്ല. സ്വന്തം ആത്മാവിനെ തിരിച്ചറിഞ്ഞ ആത്മവിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന പുതിയൊരു അഞ്ജലിയുടേതായിരുന്നു. വീടിന്റെ അന്തരീക്ഷം പൂർണ്ണമായും മാറിയിരുന്നു. അതിരാവിലെ അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ ശബ്ദം കേട്ട് ഓടിച്ചെല്ലുന്ന അഞ്ജലിയെ കാത്ത് ഇപ്പോൾ അവിടെ കുത്തുവാക്കുകളുമായി നിൽക്കുന്ന സുമതിയില്ല. പകരം അവൾക്ക് പ്രിയപ്പെട്ട ചൂടുള്ള ചായയുമായി നിൽക്കുന്ന സ്നേഹനിധിയായ ഒരു അമ്മയുണ്ട്. നീ പോയിരുന്ന് നിന്റെ കഥകൾ എഴുതാൻ നോക്കുമോളെ, ഈ പണികളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് സുമതി പറയുമ്പോൾ അഞ്ജലിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുമായിരുന്നു. തന്റെ വണ്ണത്തെ ചൊല്ലി നിരന്തരം പരിഹസിച്ചിരുന്ന സുമതി ഇപ്പോൾ അവൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ മത്സരിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സുകൾ തമ്മിലുള്ള അകലം കുറയുമ്പോൾ രൂപവും നിറവും വണ്ണവും എല്ലാം എത്ര അപ്രസക്തമാകുന്നു എന്ന് ആ വീട് അവരെ ഓരോ നിമിഷവും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ കാലത്തെ തന്റെ തെറ്റുകൾക്ക് പകരമായി അഞ്ജലിയെ സ്വന്തം മകളെ പോലെ അവർ നെഞ്ചോട് ചേർത്തു. രേഷ്മയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. മുൻപുണ്ടായിരുന്ന ആ മിഥ്യാഭിമാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവൾ അഞ്ജലിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരിയായി മാറി. അഞ്ജലിയുടെ എഴുത്തുകൾക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനം നൽകുന്നത് ഇപ്പോൾ രേഷ്മയാണ്. ബാഹ്യ സൗന്ദര്യത്തിനപ്പുറം മനുഷ്യന്റെ മനസ്സിനെ സ്നേഹിക്കാൻ പഠിച്ചതോടെ രേഷ്മയുടെ മുഖത്ത് പുതിയൊരു പ്രകാശം വന്നു ചേർന്നു. അവളുടെ നന്മയും വിദ്യാഭ്യാസവും തിരിച്ചറിഞ്ഞ അവളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു നല്ല വ്യക്തി അവളുടെ ജീവിതത്തിലേക്കും കടന്നു വന്നു. നിറത്തിന്റെ പേരിൽ അവളെ ഒഴിവാക്കിയവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയായിരുന്നു ആ പുതിയ ബന്ധം. അഞ്ജലിയുടെ പൂർണ്ണ പിന്തുണയോടെ രേഷ്മ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കാൻ തയ്യാറെടുക്കുകയാണ്. അഞ്ജലിയുടെ സാഹിത്യ ജീവിതം വലിയൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്ന ദിവസമായിരുന്നു അത്. അവളുടെ ബ്ലോഗിലെയും മാഗസിനുകളിലെയും ലേഖനങ്ങളും കഥകളും സമാഹരിച്ച് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ പ്രമുഖരായ ഒരു പ്രസാധകർ തയ്യാറായി. നഗരത്തിലെ വലിയൊരു ഹാളിൽ വെച്ചായിരുന്നു പുസ്തക പ്രകാശനം. അളവുകോലുകൾക്കപ്പുറം എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. സദസ്സിന്റെ മുൻനിരയിൽ തന്നെ നന്ദനും സുമതിയും രേഷ്മയും ഉണ്ടായിരുന്നു. വേദിയിൽ നിൽക്കുന്ന അഞ്ജലിയെ അഭിമാനത്തോടെ നോക്കിയിരുന്ന സുമതിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തന്നെ പരിചയപ്പെടാൻ വന്നവരോടൊക്കെ ഇത് എന്റെ മരുമകളാണ്, വലിയ എഴുത്തുകാരിയ എന്ന് അവർ പറഞ്ഞത് വലിയൊരു മാറ്റത്തിന്റെ സാക്ഷ്യപത്രമായിരുന്നു. വേദിയിൽ വെച്ച് അഞ്ജലി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ സദസ്സിൽ വലിയൊരു കരഘോഷം ഉയർന്നു. അവൾ മൈക്കിന് മുന്നിൽ നിന്നു. ഒരു നിമിഷം നന്ദന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ 1000 അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. ഈ ലോകം നമ്മളെ പലപ്പോഴും അളക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ വണ്ണവും നിറവും രൂപവും വെച്ചാണ്, അവൾ ശാന്തമായി പറഞ്ഞു തുടങ്ങി. ആ അളവുകോലുകൾക്ക് മുന്നിൽ പകച്ചുപോയ ഒരു ഭൂതകാലം എനിക്കുണ്ടായിരുന്നു. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കാൻ ഭയന്നിരുന്ന, എന്നെ തന്നെ വെറുത്തിരുന്ന ഒരു പെൺകുട്ടി. എന്നാൽ സ്നേഹം എന്നത് ശരീരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നല്ലെന്നും അത് ആത്മാവുകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്നതാണെന്നും എന്നെ പഠിപ്പിച്ചത് എന്റെ ഭർത്താവാണ്.
ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, എന്റെ ചിന്തകൾ അക്ഷരങ്ങളായി നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ സ്നേഹമാണ്. ഒപ്പം എന്നെ മനസ്സിലാക്കിയ എന്റെ കുടുംബവും. അവൾ സുമതിയെയും രശ്മിയെയും നോക്കി പുഞ്ചിരിച്ചു. ശരീരത്തിനപ്പുറമുള്ള സൗന്ദര്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ ഈ ലോകം കൂടുതൽ മനോഹരമാകുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിനാണ് ഏറ്റവും വലിയ സൗന്ദര്യമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ വിജയം. ആ വാക്കുകൾ കേട്ട് സദസ്സ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. നന്ദന്റെ നെഞ്ചിൽ പറഞ്ഞറിയിക്കാനാവാത്ത അഭിമാനം നിറഞ്ഞു തുളുമ്പി. തന്റെ പോരാട്ടങ്ങൾ വെറുതെയായില്ല എന്ന് അവന് തോന്നി. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അവരുടെ വിവാഹത്തിന്റെ 1-ാം വാർഷിക ദിനം വന്നെത്തി. അന്ന് വൈകുന്നേരം നന്ദൻ അഞ്ജലിയെയും കൂട്ടി അവരുടെ പ്രീ വെഡിംഗ് ഷൂട്ട് നടന്ന അതേ കടൽ തീരത്തേക്ക് പോയി. 1 വർഷം മുമ്പ് ഇതേ തീരത്ത് ഭയത്തോടെയും ആശങ്കകളോടെയും നിന്ന അഞ്ജലി ആയിരുന്നില്ല ഇന്ന് അവിടെ നിന്നത്. അന്നത്തെ ആ ചുവന്ന കാഞ്ചീപുരം സാരിക്ക് പകരം ലളിതമായ ഒരു ചുരിദാറായിരുന്നു അവളുടെ വേഷം. പക്ഷെ അന്നത്തേക്കാൾ എത്രയോ മടങ്ങ് സൗന്ദര്യം ഇന്ന് അവളിൽ ഉണ്ടെന്ന് നന്ദന് തോന്നി. അവളുടെ ആത്മവിശ്വാസത്തിന് തിളക്കമായിരുന്നു ആ സൗന്ദര്യം. സൂര്യൻ അസ്തമിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ആകാശം ചെഞ്ചായം പൂശി. തിരമാലകൾ അവരുടെ പാദങ്ങളെ തഴുകി മടങ്ങിപ്പോയി. തലയുയർത്തി നിൽക്കുന്ന ആ പഴയ വിളക്കുമാടത്തിന് ചുവട്ടിൽ അവർ പരസ്പരം ചേർന്നു നിന്നു. 1 വർഷം മുമ്പ് ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നന്ദൻ അവളുടെ കാതുകളിൽ മന്ത്രിച്ചു. ഉണ്ട്. അവൾ അവനിലേക്ക് ഒന്നുകൂടി ചേർന്നു. അന്ന് എന്റെ മനസ്സിൽ നിറയെ ഭയമായിരുന്നു. ആ വീട്ടിലെ ജീവിതം എന്താകുമെന്നോർത്ത്. പക്ഷെ ഇന്ന് എന്റെ ലോകം പൂർണ്ണമാണ് നന്ദേട്ടാ. നന്ദൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. കടൽക്കാറ്റ് അവരുടെ മുടിയിഴകളെ തലോടിക്കൊണ്ടിരുന്നു. സമൂഹത്തിന്റെ എല്ലാ കുത്തുവാക്കുകളെയും മുൻവിധികളെയും അതിജീവിച്ച അവരുടെ പ്രണയം ആ തിരമാലകളെക്കാൾ ശക്തിയോടെ അവിടെ അലയടിച്ചു. ശരീരത്തിന്റെ അതിരുകൾ ഭേദിച്ച് ആത്മാവുകളുടെ ആഴങ്ങളിലേക്ക് വേരൂന്നിയ ഒരു യഥാർത്ഥ പ്രണയകാവ്യമായി നന്ദാഞ്ജലി അവിടെ പൂർണ്ണമാവുകയായിരുന്നു. അസ്തമയ സൂര്യന്റെ പൊൻവെളിച്ചത്തിൽ അനന്തമായ ആ കടലിനെ സാക്ഷിയാക്കി അവർ തങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ അധ്യായങ്ങളിലേക്ക് ഒരുമിച്ച് നടന്നു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ കഥ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്കിലൂടെ അത് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ വീഡിയോക്ക് ഹൈപ്പും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു കഥയുമായി കാണുന്നത് വരെ സ്നേഹത്തോടെ.